എന്താണ് പുതിയത്? പങ്കെടുക്കുന്നവർ മോബിൻ മോഹൻ, സലിൻ മാങ്കുഴി, അഖിൽ പി ധർമ്മജൻ, ബിനീഷ് പുതുപ്പണം, നിംന വിജയ്, പുണ്യ സിയാർ, ജിഷ ചാലിൽ. കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ചിട്ടുള്ള നോവലിസ്റ്റാണ് മോബിൻ മോഹൻ. ചെറുകഥാകൃത്ത് കൂടിയായ ഇദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗമാണ്. പുതുതലമുറയിലെ പ്രശസ്തനായ ചെറുകഥാകൃത്താണ് സലിൻ മാങ്കുഴി. മാധ്യമപ്രവർത്തകൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. യുവതലമുറയിലെ ജനപ്രിയനായ നോവലിസ്റ്റാണ് അഖിൽ പി ധർമ്മജൻ. ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടി. അധ്യാപകനായ ബിനീഷ് പുതുപ്പണം ജനകീയ നോവലിസ്റ്റും ഗാനരചയിതാവുമാണ്. പുതുതലമുറയിലെ ശ്രദ്ധേയയായ നോവലിസ്റ്റാണ് നിംന വിജയ്. യുവ കഥാകൃത്തുക്കളിൽ ശ്രദ്ധേയയായ പുണ്യ സിയാർ ആനുകാലികങ്ങളിലെ കഥകളിലൂടെ വായനക്കാർക്ക് സുപരിചിതയാണ്. അധ്യാപികയും സാംസ്കാരിക പ്രവർത്തകയും യുവ നിരൂപകരിൽ ശ്രദ്ധേയയുമാണ് ജിഷ ചാലിൽ. ആനുകാലികങ്ങളിൽ ലേഖനം എഴുതാറുണ്ട്. ഇന്നത്തെ ഈ പാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സർവ്വദേശീയ സാഹിത്യോത്സവത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പാനൽ ചർച്ചയുടെ അധ്യക്ഷത വഹിക്കാൻ ശ്രീ മോബിൻ മോഹനെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഏറെ പ്രിയപ്പെട്ടവരെ, എന്താണ് പുതിയത് എന്നാണ് ഈ സെഷൻ്റെ വിഷയം. അതൊരു ചോദ്യമാണ്. സാധാരണ രീതിയിൽ ഒരു വിഷയം തന്ന് അത് പാനൽ ഡിസ്കഷൻ്റെ ഭാഗമായി ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. ഇതൊരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. എന്താണ് പുതിയത്? ആ ചോദ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഈ പുതിയത് എന്ന ഒരു വാക്ക് ഓരോരുത്തരെ സംബന്ധിച്ചും അവർ പല രീതിയിലായിരിക്കും കണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ വായനക്കാരനെ സംബന്ധിച്ച് കേരള സാഹിത്യ അക്കാദമി നടത്തുന്ന ഒരു ഫെസ്റ്റിൻ്റെ ഭാഗമായുള്ള ഒരു സാഹിത്യ ചർച്ചയിൽ സ്വാഭാവികമായിട്ടും സാഹിത്യത്തെ സംബന്ധിച്ചായിരിക്കും ഈ പുതിയത് എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത്. അപ്പോൾ എന്താണ് പുതിയത്? പുതുകാലത്തെ അടയാളപ്പെടുത്തുന്ന, പുതുകാലത്തെ വായനക്കാരെ തൃപ്തിപ്പെടുത്തുന്ന എഴുത്തുകാർ ഈ ഡിസ്കഷൻ്റെ ഭാഗമായി നമുക്കൊപ്പം ഉണ്ട്. അപ്പോൾ എന്താണ് പുതിയത്? പുതിയ പ്രമേയമാണോ? അല്ലെങ്കിൽ കഥയിലും സാഹിത്യത്തിലും നോവലിലും സാഹിത്യത്തിലും ഉണ്ടാകുന്ന പുതിയ പരിസരമാണ്? പുതിയ ഭാഷയാണ്? ഒരു 10 വർഷം മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഭാഷയല്ല നമ്മുടെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ. ഭാഷയിൽ പുതിയ വാക്കുകൾ വരുന്നു, ചില വാക്കുകൾ നമ്മെ വിട്ടുപോകുന്നു. ഇങ്ങനെ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭാഷ. അപ്പോൾ എന്താണ് പുതിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ജീവിതത്തിൽ ഇപ്പോൾ സാഹിത്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ജീവിതത്തിൻ്റെ പുതുമ, മാറുന്ന ജീവിത സാഹചര്യങ്ങൾ, പരിസരങ്ങൾ, അതെല്ലാം സാഹിത്യത്തെ സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളിൽ മുതിർന്ന ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എന്താണ് പുതിയത് എന്നുള്ളൊരു വിഷയത്തെ സംബന്ധിച്ച് സലിൻ മാങ്കുഴി സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. എല്ലാ കാലത്തും ഉള്ളൊരു ചോദ്യമാണ് എന്താണ് പുതിയതെന്ന്. യഥാർത്ഥത്തിൽ മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രത്തിൽ എന്നും തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു കഥ എഴുതിയത് 22 വയസ്സുള്ള ഒരു പയ്യനാണ്. നമ്മൾ പലപ്പോഴും ആ കാര്യം വേണ്ട തരത്തിൽ ഓർക്കാറില്ല എന്നുള്ളതാണ്. 22 വയസ്സുള്ള ഒരു പയ്യൻ എഴുതിയ കഥ മലയാളത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട 10 കഥകളെടുത്താൽ അതിലൊന്നായിട്ട് തലയെടുപ്പോടുകൂടി നിൽക്കും എന്നുള്ളതിൽ സംശയമില്ല. പക്ഷെ മറ്റൊരു കാര്യം, ആ കഥ എഴുതിയത് 90 വർഷം മുമ്പാണ്. 1934 1934 22 വയസ്സുള്ള തകഴി ശിവശങ്കരപ്പിള്ള എന്ന താരതമ്യേന കൊച്ചു പയ്യൻ, മീശ മുളച്ച പയ്യൻ എഴുതിയ വെള്ളപ്പൊക്കത്തിലെന്ന കഥ അന്നത്തെ പുതിയ കഥയാണ്, ഇന്നത്തെയും പുതിയ കഥയാണ്. അങ്ങനെ നോക്കുമ്പോൾ 90 വർഷത്തിന് മുമ്പ് എഴുതിയ ഒരു കഥ ഇന്നും പുതിയത് എന്നുള്ള അർത്ഥത്തിൽ
അതിൻ്റെ ക്രാഫ്റ്റിൽ, ഭാഷയിൽ, സമീപനത്തിൽ, വിഷയത്തിൽ, പ്രമേയത്തിൽ, സാമൂഹികമായ ബന്ധങ്ങളിലെല്ലാം അത് പുതുമയോടുകൂടി നിൽക്കുകയാണ്. മറ്റൊന്ന്, നമ്മൾ സോദര എന്ന് പറയുന്നത് ഇപ്പോൾ പാവങ്ങളുടെ 100 വർഷമൊക്കെ ആഘോഷിച്ചപ്പോൾ സഹോദരർ എന്ന വാക്ക് പല തരത്തിൽ പല അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ മലയാളത്തിലൊരു കവി സഹോദരർ എന്ന് പറയുന്നത് 1888 അന്ന് സമൂഹത്തിൽ സഹോദര ഭാവമില്ലാത്തൊരു വ്യവസ്ഥ ഉണ്ടായിരുന്ന കാലമാണ്. സഹോദരർ എന്ന് പറയുന്നത് കുടുംബത്തിന് പുറത്തില്ല, സാമൂഹികമായ അർത്ഥമുള്ള വാക്കല്ല. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയതിന് ശേഷം അത് ബ്രാഹ്മണ്യത്തിനെതിരെയുള്ള ഒരു വലിയ വിപ്ലവമായിരുന്നു എന്നുള്ളതിനോടൊപ്പം തന്നെ ആ പ്രതിഷ്ഠയ്ക്കൊപ്പം പ്രതിഷ്ഠിച്ച മറ്റൊരു വലിയ അർത്ഥമുള്ള വാക്കാണ് സോദരത്തേന. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് അദ്ദേഹം പറയുമ്പോൾ അത്തരത്തിലുള്ള സോദരത്തേന എന്ന് പറയുന്ന ഒരു സാമൂഹികാർത്ഥത്തിൽ ആളുകൾക്ക് മനസ്സിലാകാത്തൊരു പദമാണ്. അദ്ദേഹത്തിന് അന്ന് 33 വയസ്സാണുള്ളത്. 33 വയസ്സെന്ന് പറയുമ്പോൾ സാധാരണ ഇതിൽ ഇന്നത്തെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരുടെ മക്കൾ UKGയിലോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ എഴുതിയ കവിതയും വിപ്ലവവുമാണ് ശ്രീനാരായണ ഗുരു അന്ന് നടത്തിയത്. അദ്ദേഹം 40 വയസ്സ് തികയുന്നതിന് മുമ്പാണ് ആത്മോപദേശ ശതകം എഴുതിയത്. അതുപോലെ തന്നെ 33-ാമത്തെ വയസ്സിലാണ് CV രാമൻപിള്ള മാർത്താണ്ഡവർമ്മ എഴുതുന്നത്. അത് കഴിഞ്ഞൊരു 5 വർഷം കഴിഞ്ഞിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത്. സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. 33 വയസ്സിൽ മാർത്താണ്ഡവർമ്മ പോലെയുള്ള ഒരു കൃതി എഴുതുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു എന്നത് മാത്രമല്ല, ആ പുതുമ ഇന്നും ആ പുതുമ നിലനിൽക്കുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രമുഖരായ എഴുത്തുകാരും അവർ വളരെ ചെറിയ പ്രായത്തിൽ ഈ പുതുമ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച എല്ലാ കാലം എന്ന് പറയുന്നത് അങ്ങനെ തുടർന്ന് വരുന്നതായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ സൃഷ്ടിച്ച പുതുമ തുടർന്ന് നിലനിർത്തി പോകുന്നു. മറ്റൊന്ന്, ഈ അടുത്ത കാലത്ത് ഒരു നോവൽ വായിച്ചപ്പോൾ, ഈ ഒരു മാസം മുമ്പ് ഇറങ്ങിയ VS അജിത്തിൻ്റെ നോവൽ വായിച്ചപ്പോൾ ആ നോവൽ ആരംഭിക്കുന്നത് ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ ആദ്യ വാചകത്തിൽ നിന്നാണ്. അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് കുമാരനാശാൻ്റെ വീണപൂവ് എന്ന കവിതയിലെ ഒരു വാചകമാണ്, വാക്കാണ് കുസുമാന്തര ലോലൻ എന്ന് പറയുന്നത്. ഇത് ഇന്ന് എഴുതുന്ന ആൾ, ഏറ്റവും പുതിയ കാലത്ത് എഴുതുന്ന ആളിനെ സ്വാധീനിക്കാൻ കുമാരനാശാൻ എഴുതിയ അന്നത്തെ ആ കവിത, അന്ന് എഴുതിയ കവിതയും 57 വർഷം മുമ്പ് OV വിജയൻ എഴുതിയ നോവലുമൊക്കെ ഇന്നും പുതുമയോടുകൂടി നിൽക്കുന്നു. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് പുതിയത് എന്ന് പറയുന്നത് പുതിയ ചെറുപ്പക്കാർ എഴുതുന്നു എന്നുള്ളതല്ല, പുതിയ ഭാവുകത്വത്തോടു കൂടി എഴുതുന്നത് എല്ലാം പുതിയതാണ്. അപ്പോൾ ഒരു പ്രായം സാഹിത്യത്തിലെ പുതുമ അല്ലെങ്കിൽ പുതിയത് എന്നതിനോട് ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ ഇവിടെ ഉള്ളത് നിമ്ന വിജയും ഒക്കെ ഉൾപ്പെടുന്ന എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്. ഇവരൊക്കെ ബിനീഷ് പുതുപ്പണമൊക്കെ അഖിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ അവർ പുതിയ കാലഘട്ടത്തിൽ എഴുതുന്നു എന്ന് മാത്രമല്ല, പുതിയ എഴുത്ത് നടത്തി എന്നത് മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ വായനക്കാരെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് അവർക്ക് തൻ്റെ ഇടത്തോടു കൂടി പറയാൻ പറ്റുന്നത്. എല്ലാവരും പുതിയ വായനക്കാരെയാണ് അവർ സൃഷ്ടിക്കുന്നത്. ഒരു മലയാള പുസ്തകം ഏറ്റവും സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 5000 കോപ്പിയാണ് പോകുന്നത്. 3.5 കോടി ജനങ്ങളാണ് നമുക്കുള്ളത്. അതിൻ്റെ 1% വിൽക്കണമെങ്കിൽ 3.5 ലക്ഷം വിൽക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം 6-7 ലക്ഷം പുസ്തകങ്ങൾ വിറ്റ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സാഹിത്യ ആസ്വാദകരും വായനക്കാരും അല്ലാതെ അതിന് പുറത്തുള്ളൊരു പുതിയ സമൂഹത്തെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഇവരുടെ ഈ പുതിയ കാലത്തിൽ പുതുമ കൊണ്ട് അവരൊരു ഉദ്ഘാടനം ചെയ്തത്. മലയാളത്തിൽ പണ്ടുണ്ടായിട്ടുണ്ട് അങ്ങനെ പുതിയ ആളുകളെ സൃഷ്ടിച്ച്. അങ്ങമ്പുഴയൊക്കെ പുതിയ ആളുകളെ മാത്രം സൃഷ്ടിച്ച് അത്ഭുതം സൃഷ്ടിച്ച ആളാണെന്ന്. മിഠായി കവിതകളെന്ന് അദ്ദേഹത്തെ കളിയാക്കിയപ്പോഴും അധികം ആളുകൾ ക്യൂ നിന്ന്, അന്ന് ഫോട്ടോസ്റ്റാറ്റ് ഇല്ലാത്തതുകൊണ്ട് കൈയെഴുത്ത് ഉറക്കമഴിഞ്ഞിരുന്ന് എഴുതിയിട്ടുള്ളതുണ്ട്. അപ്പോൾ പുതുമ എല്ലാ കാലത്തും ആളുകൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ സാഹിത്യത്തിൽ ഉപരിപ്ലവമായിട്ടുള്ളതല്ല നിലനിൽക്കുന്നതെന്ന് നമുക്കറിയാം.
നമ്മൾ ഈ ആദ്യം പറഞ്ഞ കൃതികളെല്ലാം ആഴം എന്ന് പറയുന്നതാണ്. ആഴം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കേരളയിൽ വന്നപ്പോൾ നമ്മളെല്ലാം ഒരു വലിയ പാരിസ്ഥിതിക പ്രശ്നം എന്നുള്ള നിലയിൽ അതിനെ എതിർക്കുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. പക്ഷേ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ലോകത്തുള്ള എല്ലാ ഇ വേസ്റ്റുകൾ കൊണ്ട് ഡംപ് ചെയ്യുന്ന വലിയ ഇടങ്ങളുണ്ട്. ശപിക്കപ്പെട്ട ഇടമെന്ന വാക്കുകൊണ്ടാണ് ആ പ്രദേശത്തെ. അവിടെ ജോലി ചെയ്യുന്ന കുട്ടികളാണ് കൂടുതലും. അവിടെ ജോലി ചെയ്യുന്ന മനുഷ്യരുണ്ട് ഒരുപാട്. അവർ രോഗവും ജോലിയും ജീവിതവും എല്ലാം കൂടി സമ്മിശ്രമായിട്ട് അനുഭവിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ബഹുഭൂരിപക്ഷ ഇടമുണ്ട്. അവിടെ ഉണ്ടാക്കുന്ന ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനല്ല നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്നൊരു മരം കല്യാണ ആവശ്യത്തിന് മുറിച്ചാലും ചിലപ്പോൾ പരിസ്ഥിതി പ്രവർത്തകർ വന്ന് നമ്മളെ ആക്രമിക്കും. വലിയ ഓസോൺ പാളി പൊത്തുവോ എന്നൊക്കെ പറയുന്ന തരത്തിലാണ് അതിനെ കാണുന്നത്. അതുകൊണ്ട് പുതുമ എന്ന് പറയുന്നത്, അനുഭവം എന്ന് പറയുന്നത് ആഴം കൂടി ചേർന്നതാണ്. ആഴമുള്ളത് മാത്രമേ നിൽക്കുകയുള്ളൂ. സാഹിത്യം എന്ന് പറയുന്നത് എല്ലാ കാലത്തും നിൽക്കുന്നതും നിൽക്കേണ്ടതും വിനോദിപ്പിക്കുക എന്നുള്ളതല്ല അതിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം. മനുഷ്യനെ അതുവരെ അവൻ കടന്നു വന്നിട്ടില്ലാത്ത ജീവിതങ്ങളിലൂടെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നിർത്തുകയാണ്. ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അതിൻ്റെ ഒരു വലിയ ധർമ്മമുള്ളത്. ഈ സാന്ദർഭികമായിട്ട് ഓർമ്മിച്ചപ്പോൾ പറയാം, ബെൻ ഓക്രി ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് ചോദിച്ചത്, നിങ്ങൾ നൈജീരിയയിലാണ് ജനിച്ചത്, എഴുതുന്നത് ലണ്ടനിലിരുന്നാണ്, നിങ്ങളുടെ പക്ഷേ എഴുത്ത് കൂടുതലും ആഫ്രിക്കൻ കൺട്രീസിനെ കുറിച്ചിട്ടുള്ളതാണല്ലോ, അവിടുത്തെ ജീവിതത്തെക്കുറിച്ചിട്ടുള്ളതാണ്, അതും എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ നൈജീരിയയിലും UK-യിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ജീവിച്ചിട്ടുണ്ട്, ഏറെക്കുറെ എല്ലാ ഭാഗത്തും ജീവിച്ചിട്ടുണ്ട്. ആ ജീവിതം നയിച്ചത് നേരിലല്ല, മറിച്ച് പുസ്തകങ്ങൾ വായിച്ച് ഒരു രാജ്യത്തെ ജീവിതം ജീവിച്ച് എന്നുള്ളത് കൊണ്ട് എനിക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഉള്ള മനുഷ്യരുടെ ദുഃഖമോ വ്യഥയോ മറ്റ് വികാരങ്ങളോ ആവിഷ്കരിക്കാൻ, ജീവിതമോ ആവിഷ്കരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ്. അപ്പോൾ ഈ അനുഭവം എന്ന് പറയുന്നത് എങ്ങനെ ആവിഷ്കരിക്കുന്നു, ആഴം എന്ന് പറയുന്ന ആഴക്കടൽ മത്സ്യബന്ധനം എന്ന് നമ്മൾ പറയുന്നത് സാഹിത്യത്തിന് ഉദ്ദേശിച്ചല്ലെങ്കിലും ഇതിനകത്തൊരു ആഴക്കടൽ ബന്ധനം സൃഷ്ടിക്കുന്നതാണ് പുതിയ ഭാവുകത്വമാവാം, വാക്കാവാം, അങ്ങനെയുള്ളത് കാലാതിവർത്തിയായി നിൽക്കും എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതൊരു അനുഭവം, ആഴം, ഈ രണ്ട് വാക്കുകളാണ് ഇവിടെ പറഞ്ഞതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ അനുഭവം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഒരുപക്ഷെ തകഴി എഴുതിയിരുന്ന ഒരു സമയത്തെ, അല്ലെങ്കിൽ കേശവദേവ് എഴുതിയിരുന്ന ഒരു സമയത്തെ ജീവിത പരിസരം, അതിൻ്റെ അനുഭവങ്ങൾ, ആ ഒരു അനുഭവം ഒരുപക്ഷെ പുതുകാല എഴുത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന, അല്ലെങ്കിൽ പുതുകാലം ആഘോഷിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരന് ലഭിക്കില്ല. എപ്പോഴും ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ്, ജീവിതം പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പുതിയ സാധ്യതകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മാറുന്ന ജീവിതത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ, സ്വാഭാവികമായിട്ട് സാഹിത്യം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തൽ തന്നെയാണ്. അപ്പോൾ മാറുന്ന ഒരു ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയല്ലേ ഈ സാഹിത്യം. അപ്പം പുതിയ ജീവിതമല്ലേ ഒരു പുതിയ സാഹിത്യത്തിൻ്റെ കൂടി ഒരു ഇതിവൃത്തമായി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഷയമായി വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതായത് ഏതായാലും ബിനീഷ് പുതുപ്പണം അതിനെപ്പറ്റി സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നത് ഈ പറയുന്നതിൻ്റെ ഒരു തുടർച്ച എന്നോണാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ സാഹിത്യമായാലും കലയായാലും സംഗീതമായാലും മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട, ലോക ജീവിതവുമായി ബന്ധപ്പെട്ട എന്തായാലും ശരി, അതൊരു തുടർച്ചയാണ്. ഇപ്പം എന്താണ് പുതിയത് എന്ന് ചോദിച്ചാൽ, ഈ കാലത്തിരുന്നു കൊണ്ട് പുതുതായി ഒരാൾ ഒരു കാര്യത്തെ സൃഷ്ടിച്ചെടുക്കുന്നതല്ല, പഴയതിൻ്റെ ഒരു തുടർച്ച വരികയും അത് കാലവുമായി സംവദിക്കുകയും ചെയ്യുമ്പോഴാണ് അത് പുതുതായിട്ട് തീരുന്നത്. ഇപ്പം നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ നാരായണ ഗുരുവിനെ കോട്ട് ചെയ്തു. ഇപ്പോൾ നാരായണ ഗുരുവിൻ്റെ തന്നെ ചില കവിതകൾ ഈ കാലത്ത് എടുത്ത് വായിക്കുമ്പോൾ, ഇപ്പോൾ സുബ്രഹ്മണ്യ കീർത്തനമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ, റെയിലിന് വേഗം ജയിക്കും ജരാതരതൻ ജയിലിൽ, റെയില്, ജയില്, റോഡ്, ആവിക്കപ്പൽ, ഇതൊക്കെ കാണുന്നത് ഇത് ഇന്ന് വായിക്കുമ്പോഴത് പുതുമയാണ്. പക്ഷെ അന്ന് കാലത്തോട് സംവദിച്ചത് കൊണ്ടാണ്. ഗുരു ആ സമയത്ത് നിൽക്കുന്ന സമയത്താണ് റെയിൽ വരുന്നത്. അപ്പോൾ അന്ന് കാളവണ്ടിയെക്കുറിച്ചല്ല എഴുതേണ്ടത്, റെയിൽ വന്നു, റെയിലിനെ കുറിച്ചാണ് എഴുതേണ്ടത്. പായക്കപ്പലുകൾ മാറി, ആവിക്കപ്പൽ വന്നു, ഗുരു കാണുകയാണ്, സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് എഴുതേണ്ടി വരും. ജയില്, തടവറ എന്ന് എഴുതാൻ അറിഞ്ഞുകൂടായിട്ടല്ല ഗുരുവിന്, കാരണം തടവറ, ജാതി വ്യവസ്ഥ, ഇതൊക്കെയാണ് അതിനെ
എതിർത്ത് തോൽപ്പിച്ച് സ്വാതന്ത്ര്യം എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാക്കി തന്നത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ജയിലാണ്. അപ്പോൾ ജയിൽ എന്ന് എഴുതേണ്ടി വരും. അപ്പോൾ കാലവും മനുഷ്യനും തമ്മിലുള്ള ഈ ഒരു സംവാദത്തിൻ്റെ ഭാഗമായിട്ട് പുതുതായിട്ടൊന്നും സൃഷ്ടിക്കുന്നതല്ല, മറിച്ച് കാലമായിട്ടുള്ള സംവാദത്തിലൂടെ അത് പരിണമിക്കുന്നു. അപ്പോൾ മാറുകയാണ് ചെയ്യുന്നത്, പുതിയതായിട്ട് വരികയല്ല. അതുകൊണ്ട് അത്തരം മാറ്റങ്ങൾ എല്ലാ കാലത്തും, ഏതൊക്കെ കാലമുണ്ടോ ആ കാലത്തൊക്കെ സാഹിത്യവും എല്ലാം തന്നെ കാലവുമായി സംവദിക്കുകയും പുതിയ പുതിയ കാര്യങ്ങൾ രൂപപ്പെട്ടു വരികയും ചെയ്യുന്നു, അല്ലെങ്കിൽ പരിണമിച്ച് വരികയും ചെയ്യുന്നു. അതുകൊണ്ട് നവോത്ഥാന കാലത്തൊക്കെ നമുക്ക് സാഹിത്യത്തിലും കലയിലൊക്കെ ആവശ്യം ഒരു ഏക മനുഷ്യനെ സൃഷ്ടിക്കുകയായിരുന്നു. നോക്കിയാൽ മതി, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ഇങ്ങനെ മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശാലമായ ഒരു ഒറ്റ മനുഷ്യ സങ്കല്പത്തെ നമുക്ക്, അല്ലെങ്കിൽ ഒരു ഒറ്റ മനുഷ്യ ആശയത്തെ സൃഷ്ടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇന്നതല്ല. പുതിയ കാലത്ത് ഒരു മനുഷ്യരിൽ തന്നെ അനേക അസ്തിത്വമുണ്ട്. ഇപ്പോൾ പരിസ്ഥിതിവാദികളുണ്ട്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രാൻസ്ജെൻഡറുകളുണ്ട്, ഫെമിനിസ്റ്റുകളുണ്ട്, അതിൽ തന്നെ പലവിധ എക്കോ ഫെമിനിസ്റ്റുകൾ അടങ്ങുന്ന ഭേദങ്ങളുണ്ട്. ഇവർക്കൊക്കെ അവരുടേതായ അസ്തിത്വമുണ്ട്, അവരുടെ ഭാവനകളുണ്ട്, വൈകാരിക കാര്യങ്ങളുണ്ട്. ഇതിനെയെല്ലാം പ്രതിഫലിപ്പിക്കേണ്ടതായി സാഹിത്യവും കലയും സംഗീതവും ഒക്കെ മാറും. ഒരു കാലത്ത് നമുക്ക് ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് എഴുതിയപ്പോൾ ബഷീറൊക്കെ അടങ്ങുന്ന ആളുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകൾ തന്നെ അവരുടെ വൈകാരിക അനുഭവങ്ങൾ എഴുതി വരികയും അത് കലയിലും സാഹിത്യത്തിലും സംഗീതത്തിലും വിശാലമായ അർത്ഥത്തിലെ ലോകത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ പുതുമയാണ്. ഇതൊക്കെ നമുക്ക് ഒരു കാലത്ത് നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത കാര്യങ്ങളാണ് പുതിയ കാലത്ത് രൂപപ്പെട്ട് വരുന്നത് എന്നതാണ്. അതുകൊണ്ട് ഇത് കാലവുമായുള്ള സംവാദമാണ്. ഈ സംവാദത്തിൽ ചിലപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതോ നൂറ്റാണ്ടിലെ കൃതി ഇന്നത്തെ കാലത്തെ കൃതിയായി നമുക്ക് കണ്ടേക്കാം. അതുകൊണ്ടാണ് 500 വർഷങ്ങൾക്ക് മുമ്പുള്ള കാളിദാസനെ നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്യുകയും വായിക്കുകയും ചെയ്യുന്നത്, ഭാസനെ വായിക്കുകയും ചർച്ചയും ചെയ്യുന്നത്. ചിലപ്പോൾ ഈ കാലത്തിൻ്റേതാകണമെന്നില്ല ഈ കാലത്ത് എഴുതുന്ന കൃതികൾ. അത് മറ്റേതെങ്കിലും ഒരു കാലവുമായി സംവദിക്കും, ആ കാലത്തിൻ്റെ പുതുമയായി അത് രൂപപ്പെടുകയും ചെയ്യും. സാധാരണ ഞാൻ 1-2 വേദിയിലൊക്കെ പറഞ്ഞാണ്, എൻ മോഹൻ അടങ്ങുന്ന ആളുകൾ ഈ കാലത്ത് ആണ് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഒരു കാലത്ത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് കാലത്തിൽ ഡിജിറ്റൽ കാലം എല്ലാം വന്നു, അതുകൊണ്ട് ഇനി പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിനും ഇവിടെ നിലനിൽപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുതുമ എന്ന് പറയുന്നത് ഡിജിറ്റലാണ്. അതുകൊണ്ട് ഇനി പത്രസ്ഥാപനങ്ങൾ പൂട്ടിപ്പോകും, പ്രിൻ്റഡ് പുസ്തകങ്ങൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കും, പകരം ഡിജിറ്റൽ വായനകൾ സജീവമാകും. ഇനി ആളുകളൊക്കെ എഴുതുന്നത് ഡിജിറ്റലായി മാറട്ടെ, ഡിജിറ്റൽ വായനകൾ സാധ്യമാവട്ടെ. പക്ഷെ ഇപ്പം എന്താ സംഭവിച്ചത്? ഏറ്റവും കൂടുതൽ കോപ്പികൾ വിറ്റഴിഞ്ഞത് പ്രിൻ്റഡ് പുസ്തകങ്ങളാണ്. പ്രിൻ്റഡ് 4 ലക്ഷം 5 ലക്ഷമൊക്കെ കോപ്പികളാണ് പ്രിൻ്റഡ് കോപ്പികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാലവുമായുള്ള ആ ഒരു നമുക്ക് ഒരിക്കലും നിർണ്ണയിക്കാൻ പറ്റില്ല കാലം എന്താണ് ആവശ്യപ്പെടുന്നത്. ആ ആവശ്യമാണ് പുതുമ. ഇപ്പോൾ മനുഷ്യർ എന്താണ് ആവശ്യപ്പെടുന്നത്, അതാണ് പുതുമ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഡിജിറ്റൽ വായനകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഉള്ള സമയത്ത് പോലും മറ്റേത് കൂടി അതിൻ്റെ മുകളിലേക്ക് കയറി വന്ന് നമ്മളുമായി കാലവുമായി സംവദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ കാലത്തിരുന്ന് എഴുതുന്ന സമയത്ത് ഒരു പക്ഷേ ഈ കാലത്തിൻ്റെതായ അടയാളങ്ങൾ നമ്മൾ സാഹിത്യത്തിൽ എഴുതേണ്ടി വരും. ഇപ്പം നമ്മൾ എഴുതുന്ന ആളുകളായതുകൊണ്ടാണ് ഇത്തരത്തിൽ പറയുന്നത്. ഇപ്പോൾ ഈ കാലത്തിരുന്നു കൊണ്ട് ഇപ്പോൾ മഞ്ഞ് പോലുള്ളൊരു കൃതി നമ്മൾ വായിച്ച് അതുപോലെ ഒന്ന് എഴുതാം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് ഇവിടെ ഇരുന്ന് പറയുകയാണ്, വീണ്ടും നമ്മൾ വഴിയിൽ തടഞ്ഞു നിർത്തില്ല, ഇനി ഞാൻ കത്തെഴുതില്ല എന്ന് പറഞ്ഞാൽ പുതിയ കാലത്തോടത് സംവദിക്കണമെന്നില്ല. കാരണം കത്ത് എന്താണെന്നറിയാത്ത ആളുകൾ, കത്ത് കൈമാറുക എന്നറിയാത്ത ആളുകൾ ഇക്കാലത്തുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ സാങ്കേതികതയിൽ എന്താണ് നമ്മുടെ കാലത്തെ പുതുമ എന്ന് ആലോചിക്കുകയും അതിനെ ചേർത്തുകൊണ്ടത് എഴുതുകയും ചെയ്യണം. ഇപ്പോൾ പത്മരാജൻ്റെ ലോലയൊക്കെ നമ്മൾ ആഘോഷിക്കുന്നു, വീണ്ടും കണ്ടുമുട്ടുക എന്നൊന്നും ഉണ്ടാകില്ല, നീ മരിച്ചത് ഞാനും, ഞാൻ മരിച്ചത് നീ, ചുംബിച്ച ചുംബനക്ക് വിടവരിക എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കണ്ടുമുട്ടുക എന്നുണ്ടാവില്ല എന്ന് വിദേശത്ത് പോയ ഒരാൾ തിരിച്ചു വരും ഇന്ന് പറയാൻ കഴിയില്ല. കാരണം എത്ര ദൂരത്ത് പോയാലും എത്ര ദൂരത്ത് ഒളിച്ചിരുന്നാലും നമുക്ക് തമ്മിൽ കണ്ട് സംസാരിക്കാനും സംവദിക്കാനും നേരിട്ട് ഇടപഴകുന്നത് പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുമുള്ള കാലം ഇന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് ആ കാലത്തെ കൊണ്ടുവരേണ്ടി വരും. പകരം മറ്റേ ഏതോ ഒരു കാലത്തിൻ്റെ ഒരു കാര്യം എഴുതി കഴിഞ്ഞാൽ അത് കൂടുതൽ തെറ്റാണെന്നല്ല പറയുന്നത്, പക്ഷെ അത് കൂടുതൽ സംവാദാത്മകമാകണമെന്നില്ല. അതുകൊണ്ട് എപ്പോഴും കാലത്തിൻ്റെ അനുസരിച്ചുള്ള പരിണാമമാണ് സാഹിത്യത്തിൽ എല്ലാത്തിനും സംഭവിക്കുന്നത്, മറിച്ച് പുതുതായൊരു സൃഷ്ടി രൂപപ്പെട്ടു വരികയല്ല. ഈ സംവാദം എല്ലാ കാലത്തും നിൽക്കും. ചിലപ്പോൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ചിലപ്പോൾ ഇന്ന് എഴുതിയൊരു കൃതി അന്നത്തെ കാലവുമായി സംവദിക്കും, ചിലപ്പോൾ ഇന്ന് എഴുതിയ കൃതി ഇക്കാലമായിട്ട് ഒരിക്കലും സംവദിക്കണമെന്നില്ല.
അപ്പോൾ അതെപ്പോഴും കാലമാണ് തീരുമാനിക്കുന്നത്. പിന്നെ എനിക്ക് പറഞ്ഞതിനോടൊരു വിയോജിപ്പുള്ളത്, സാഹിത്യം എല്ലാ കാലത്തും നിലനിൽക്കേണ്ട ഒരു അഭൗമമായ എന്തോ ആണെന്നുള്ളൊരു, എനിക്ക് വ്യക്തിപരമായി അതിനോട് യോജിപ്പില്ല. ഈ കാലത്തിനോട് മാത്രം സംവദിച്ച് ഇക്കാലത്ത് അവസാനിക്കേണ്ട സാഹിത്യമാണെങ്കിൽ അതങ്ങനെ തന്നെ പോകണം. ഈ കാലവും മാത്രം സംവദിച്ചാൽ മതി. ഇനി കാലാതീതമാകേണ്ടതുണ്ടെങ്കിൽ അതന്ന് സംവദിച്ചുകൊള്ളും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലാണ് എനിക്ക് തോന്നുന്നത്. ഈ കാലവും മനുഷ്യരും തമ്മിലുള്ള ഈ ഒരു സംവാദത്തിൻ്റെ പരിണാമമാണ് പുതിയത് എന്നാണ് വ്യക്തിപരമായ എൻ്റെ ഒരു അഭിപ്രായം. ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ പുതുകാല സാഹിത്യത്തെ വളരെ സജീവമായി വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ജിഷാചാര്യൽ സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ എന്താണ് പുതിയത് എന്നുള്ളത് യഥാർത്ഥത്തിൽ നിർവചിക്കാൻ കുറച്ച് പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ പറയുന്ന ഇപ്പോൾ രണ്ടുപേരും പറഞ്ഞ അഭിപ്രായങ്ങൾ തന്നെയാണ് എനിക്കുള്ളത്. പുതിയത് എന്നത് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മളിപ്പോൾ ഈ നിമിഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ അപ്രസക്തമാവുകയും തൊട്ടടുത്ത നിമിഷം സംഭവിക്കാനുള്ളത് മാത്രം പ്രാധാന്യമുള്ളതാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ അതിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു തലത്തിൽ ഇനിയും ഉയരാനുണ്ട് നിൽക്കുന്ന ഒരു സമയമാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും സാമ്പത്തിക ജീവിതത്തിലും ഒക്കെ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സമൂഹത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ തന്നെയാണ് എല്ലാ കാലത്തും സാഹിത്യത്തിലും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങളൊക്കെ സാഹിത്യത്തിലും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സാഹിത്യത്തിൽ എന്താണ് പുതിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ എഴുത്തുകാർ എഴുതുന്നത് മാത്രമല്ല പുതിയത്. പുതിയ എഴുത്തുകാർ എഴുതുന്നത് പുതിയതാവണമെന്നുമില്ല. പക്ഷെ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ആവശ്യപ്പെടുന്ന ചില സാമൂഹ്യ പരിസരങ്ങളുണ്ട്. ആ ചിന്താഗതികളോട് നീതി പുലർത്തുന്ന ചിലതാണ് പുതിയത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നേരത്തെ സലിഞ്ചേട്ടൻ പറഞ്ഞ പോലെ ഇന്നും പുതുമ നഷ്ടപ്പെടാത്ത സാഹിത്യങ്ങൾ നമുക്കുണ്ട്. ശ്രീനാരായണ ഗുരു നമ്മളോട് ഒരു ദൈവം മതി, അല്ലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നൂറ്റാണ്ട് കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും സാമൂഹ്യ ജീവിതത്തിൽ പരിപൂർണമായ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്ന് വെച്ചാൽ അന്ന് പറഞ്ഞതിൻ്റെ പുതുമ ഇന്നും ഉണ്ട്. സാഹിത്യത്തിൽ പലപ്പോഴും തോന്നിയിട്ടുള്ളത് പുതിയത് എന്ന് പറയുന്നത് ഒന്ന് ഉണ്ടായി വരികയല്ല, പകരം പഴയതിൻ്റെ ഒരു തുടർച്ച, അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ പഴയതിൻ്റെ ഒരു തുടർച്ച നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുക. കാണുന്നതിലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പച്ചൻ പാടിയിട്ട് വർഷങ്ങൾ എത്രയോ കഴിഞ്ഞു. പക്ഷേ അത് ഏറ്റുപിടിക്കുന്ന ഒരു തലമുറ എനിക്ക് തോന്നി അടുത്ത കാലത്താണ് ഉണ്ടായിട്ടുള്ളത്. അത് പറഞ്ഞിട്ട് വർഷങ്ങളായി, അന്നും അത് പുതിയതായിരുന്നു. പക്ഷേ അന്ന് അപ്പച്ചൻ പാടിയ, പൊയ്കയിൽ അപ്പച്ചൻ പാടിയ അതിൻ്റെ ഒരു ഗാംഭീര്യത്തോടും തീവ്രതയോടും കൂടി ഇന്നത് ഏറ്റുപിടിക്കാൻ ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മുടെ തൊട്ട് മുന്നേയുള്ള തലമുറക്ക് കഴിഞ്ഞു. അത് സാഹിത്യത്തിൽ സ്വാഭാവികമായും കലയിലും, സാഹിത്യത്തിലും കലയിലും നമുക്കതിൻ്റെ അനുരണനങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാമെന്നുള്ളതാണ്. മറ്റൊന്ന് ഭാഷയാണ്. ഭാഷ എന്ന് പറയുന്നത് പുതിയ പദങ്ങൾ ഉണ്ടാവുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ കൊണ്ടുവന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്ന പുതിയ തലമുറ ഉപയോഗിക്കുന്ന, ജെൻസി തലമുറ ഉപയോഗിക്കുന്ന കുറേ വാക്കുകളുണ്ട്. നമുക്കൊന്നും വലിയ പരിചയമില്ലാത്ത, അല്ലെങ്കിൽ അതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പദങ്ങളുണ്ട്. അപ്പോൾ ഒരു കാലത്ത് നമ്മൾ കേട്ട് പരിചയമില്ലാത്ത കുറേ പദങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ സാഹിത്യത്തിലും ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് സാഹിത്യം എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു പൊട്ടിമുളക്കലാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല.
പുതിയ പദങ്ങൾ ഉണ്ടാവുന്നതോടൊപ്പം തന്നെ ഭാഷയിൽ ഒരു കാലത്ത് നമ്മൾ മാറ്റി നിർത്തിയ പദങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാവും. കാരണം ചില വിഭാഗം ഉപയോഗിക്കുന്ന ഭാഷ വളരെ ഉന്നതമാണെന്നും മറ്റ് ചില വിഭാഗങ്ങൾ ഉപയോഗിക്കേണ്ടുന്ന ഭാഷ ഇന്നതാണ് എന്നൊക്കെ മാറ്റി നിർത്തിയ ചില പ്രയോഗങ്ങൾ നമ്മുടെ ഭാഷയിൽ ഉണ്ടായിട്ടുണ്ട്. ആ പ്രയോഗങ്ങളൊക്കെ ധൈര്യപൂർവ്വം ഉപയോഗിക്കാൻ ഇന്ന് നമ്മുടെ തലമുറക്ക് കഴിയുന്നു എന്നുള്ളതും ഇന്നത്തെ ഒരു സാഹിത്യത്തിൻ്റെ പുതുമയായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഭാഷയിൽ ഉണ്ടായിട്ടുള്ള പുതുമ എന്നത് പുതിയ പദങ്ങൾ ഉണ്ടാവുന്നതോടൊപ്പം തന്നെ ഒരു കാലത്ത് അരികുവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ഭാഷയിൽ മ്ലേച്ഛമെന്ന് കരുതി മാറ്റി നിർത്തപ്പെട്ട പദങ്ങൾ വളരെ സ്വാഭാവികമായ രീതിയിൽ സാഹിത്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. മാത്രമല്ല പുതിയൊരു സാഹിത്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ലളിതമാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ആ ലാളിത്യം ഇന്നത്തെ തലമുറ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ, ഇപ്പോൾ കാത്തിരിപ്പൊക്കെ പറഞ്ഞതുപോലെ, അന്ന് മഞ്ഞിൻ്റെ കാലത്തും കാത്തിരിപ്പുണ്ട്, ഇന്നും കാത്തിരിപ്പുണ്ട്. ഇന്നത്തെ നമ്മുടെ കാത്തിരിപ്പ് നമുക്കറിയാം. അന്ന് വിമല കാത്തിരുന്നത് വർഷങ്ങളോളായിരുന്നു. ഇന്നത്തെ കാത്തിരിപ്പ് നമുക്കറിയാം. നമ്മളൊന്ന് ഫോൺ എടുത്ത് കഴിഞ്ഞാൽ, നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ ആൾ കണ്ടു കഴിഞ്ഞില്ലെങ്കിൽ, അതൊരു സെക്കൻഡിനുള്ളിൽ കണ്ടു കഴിഞ്ഞില്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ഒരു വെപ്രാളത്തിൻ്റെ കാത്തിരിപ്പ് മാത്രമായിട്ട് ചുരുങ്ങി, അല്ലെ? അത് ടിക്കാവുന്നുണ്ടോ, ബ്ലൂ ടിക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കി ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. അത് സ്വാഭാവികമായും നമ്മളെ സാഹിത്യത്തിലും ആവശ്യപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് കൂടി ഗഹനമായ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അനുഭവങ്ങളുടെ ആഴത്തിൽ നിന്ന് തന്നെയാണ് സാഹിത്യം പിറക്കുന്നത് എങ്കിലും അതിൽ ജീവിതത്തിൻ്റെ ചൂടും ചൂരും ഉണ്ടെങ്കിലും ഇന്നത്തെ ഒരു തലമുറയ്ക്ക് നമ്മുടെ ഒരു ജീവിത ശൈലി കൊണ്ട്, തിരക്കേറിയ ഒരു ജീവിത ശൈലി കൊണ്ട് തന്നെ വേഗത ആവശ്യപ്പെടുന്നുണ്ട്. ആ വേഗത കൂടി നമ്മുടെ സാഹിത്യത്തിനുണ്ട്, പുതിയ സാഹിത്യത്തിനുണ്ട്. അത്തരം സാഹിത്യങ്ങൾ പരക്കെ സ്വീകരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാണ് തോന്നിയിട്ടുള്ളത്. മറ്റൊന്ന് സാഹിത്യത്തിലെ പുതുമ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം സംഭവിക്കുന്നത് മാത്രമല്ല, ഇനി സംഭവിക്കാനിരിക്കുന്നതിനെ കുറിച്ചുകൂടി നമ്മൾ സാഹിത്യം സംസാരിച്ചു കഴിഞ്ഞു. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. ചന്ദ്രനിൽ നമ്മൾ പോകുന്നതിന് മുന്നേ ചന്ദ്രനിൽ പോകുന്നതിനെ കുറിച്ചുള്ള നോവലുകൾ നമ്മൾ എഴുതിയിട്ടുണ്ട്, ശാസ്ത്ര നോവലുകൾ എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ മേശ ഉണ്ടാക്കുന്നതിന് മുന്നേ മേശയെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ ഭാവിയിൽ ഇന്നതൊക്കെ ആയിരിക്കാം. നമ്മൾ അംബികാസുധ മാഷിൻ്റെ പ്രാണവായു ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു കോവിഡ് കാലഘട്ടത്തിൽ. മാഷത് കോവിഡ് ഉണ്ടാവുന്നതിന് മുന്നെയാണ് എഴുതിയത്, പക്ഷേ അത് ആ ഒരു കാലഘട്ടത്തിൽ അത് പ്രസക്തമായിട്ട് വന്നു. അപ്പോൾ നേരത്തെ സാധാരണ എഴുത്തുകാരെല്ലാം അങ്ങനെയാണല്ലോ, ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ കൂടി സ്വാഭാവികമായും നമ്മുടെ സാഹിത്യത്തിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്നത്, യുവാൻ നോവൽ ഹരാരിയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ്, നെക്സസ് പോലെയുള്ള സാഹിത്യം ചർച്ച ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ്. ഇനി വരാനിരിക്കുന്നത് എന്ത് എന്നുള്ളത് കൂടി, കാരണം അത്ര വേഗതയിലാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സാഹിത്യത്തിൻ്റെ പുതുമ എന്ന് പറയുന്നത് ഇന്നലെയാണ്, അത് ഇന്നുമാണ്, അത് നാളത്തേത് കൂടിയാണ്. എന്ന് വെച്ചാൽ സാഹിത്യത്തിൽ എപ്പോഴും തുടർച്ചയായ ഒരു സഞ്ചാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു കാലത്ത് ക്ലാസിക് എന്ന് വിളിച്ച പല കൃതികളും ഇന്ന് നമുക്ക് ഒരുപക്ഷെ അന്ന് വിലയിരുത്തപ്പെട്ട രീതിയിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റണം എന്നില്ല. വളരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചങ്ങമ്പുഴയുടെ കൃതികളൊക്കെ വളരെ മോശമാണ് എന്ന് പറഞ്ഞ് തള്ളിയ ഒരു കാലഘട്ടത്തിൽ നിന്നും അതിന് വലിയ മാറ്റമുണ്ടായിട്ടുള്ള ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും ജീവിത പരിസരങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മുടെ സാഹിത്യത്തിലും വളരെ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തും എന്ന് തന്നെയാണ് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു സഹായം തേടാം എന്നതല്ലാതെ അത് ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം ആണ് ഇനി പരിപൂർണമായും മുന്നോട്ട് പോവുക എന്ന് സാഹിത്യത്തിൻ്റെ കാര്യത്തിൽ തീരുമാനിക്കുക എന്നുള്ളതിനെക്കുറിച്ചും വലിയ അഭിപ്രായം എനിക്കില്ല. നമുക്കറിയാം, നമ്മൾ ലോകകപ്പ് ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുക, ഇതിൻ്റെ റോബോട്ടുകളുടെ ലോകകപ്പ് ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൈന റോബോട്ടുകളെ എങ്ങനെ പ്രഗ്നൻസി സ്റ്റേജിലേക്ക് മാറ്റാം എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും അത്യാധുനികമായ കാര്യങ്ങൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നടക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു തുടർച്ചയും മാറ്റങ്ങളും, അല്ലെ ഇനി ഇന്നതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുകൂടി നമ്മളെ പുതിയ സാഹിത്യം ചർച്ച ചെയ്യേണ്ടി വരും.
പുതുസാഹിത്യം എന്നതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്. പുതിയ എഴുത്തുകാർ മാത്രമല്ല പുതിയ സാഹിത്യത്തിലിരുന്നത്, പുതിയ പരിസരങ്ങളെ, പുതിയ ഭാവുകത്വത്തെ, പുതിയ ഭാഷയെ, പുതിയ പ്രമേയങ്ങളെ സ്വീകരിക്കുന്ന എന്തും സാഹിത്യത്തിൽ പുതുമയാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പുണ്യാസിയാർ, എന്താണ് പുതിയത്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനസ്സിലാക്കുന്നത് ഓരോരുത്തർക്കും ഓരോന്നാണ് പുതിയത്. നേരത്തെ പറഞ്ഞ 2 വാക്കുകളുണ്ട്, അനുഭവം, ആഴം. ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾക്കാണ് ആഴം. നമ്മുടെ മുന്നത്തെ തലമുറയുടെ അനുഭവ പരിസരങ്ങളിൽ നിന്ന്, ജീവിത പരിസരത്തിൽ നിന്ന്, സാമൂഹിക അവബോധത്തിൽ നിന്ന് പുതിയ കാലത്തിൻ്റെ അനുഭവങ്ങളുടെ ആഴം കണക്ക് കൂട്ടാൻ നമുക്കൊരിക്കലും സാധിക്കില്ല, കമ്പയർ ചെയ്യാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. മൊബൈൽ ഫോണ് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റൊരു അവയവത്തെ പോലെ കൊണ്ട് നടക്കുന്ന 30 സെക്കൻഡ് റീലുകളിൽ പലപ്പോഴും കോൺസെൻട്രേഷൻ തളച്ചിടുന്ന, ഏറ്റവും പുതിയ കാലത്തെ ഭാഷയെ, നിൽപ്പിനെ, നടപ്പിനെ, വസ്ത്രത്തെ, ശരീരത്തെ എല്ലാം നിരന്തരം പുതുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു പുതിയ കാലത്തോട് പഴയ കാലത്തെ, ഇപ്പോൾ ചെരുപ്പിടാതെ സ്കൂളിൽ പോയതും കീറിയ വസ്ത്രം ഇട്ടിട്ട് പരിപാടികൾക്ക് പോയതൊക്കെ പറയുമ്പോൾ അതാണ് ഞങ്ങളുടെ അനുഭവമാണ് കൂടുതൽ ആഴമുള്ള അനുഭവം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ എന്തിൻ്റെ കുറവാണ് ഉള്ളത് എന്ന് പറയുന്നത് വളരെ, അത് രണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമുക്കിതിനൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പുതിയ കാലത്തെ നമ്മുടെ ചുറ്റും നമ്മൾ എന്താണ് പേഴ്സീവ് ചെയ്യുന്നത്, ഏറ്റവും പുതിയ കുട്ടികൾ ഏറ്റവും പുതിയ പരിസരത്ത് നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്നത്, നമ്മൾ എന്താണ് പേഴ്സീവ് ചെയ്യുന്നത് എന്നതിന് അനുസരിച്ചാണ് നമ്മുടെ ഒരു അവബോധം മൊത്തത്തിൽ വളർന്ന് വികസിച്ച് വരുന്നത്. അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, വാർത്തകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് സ്കൂൾ കുട്ടികളുടെ ഇടയിൽ നടക്കുന്ന അക്രമാസക്തമായിട്ടുള്ള പല പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലുള്ള വാർത്തകൾ. ഇപ്പോൾ റാഗിങ്, കൂട്ടത്തിലുള്ള കുട്ടികളെ വളഞ്ഞിട്ട് ഉപദ്രവിക്കുക, കൊലപ്പെടുത്തുക. അപ്പോൾ ഈ അടുത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ പഴയ തലമുറ ഇരുന്ന്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അച്ഛനും അപ്പൂപ്പന്മാരും അമ്മമാരും ഒക്കെ ഇരുന്ന് സംസാരിച്ചത്, എന്താണ് ഈ പുതിയ പിള്ളേർ ചെയ്യുന്നത്, ഇപ്പോഴത്തെ പിള്ളേർ, ഈ ഒരു ടേമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടത്. എനിക്ക് തോന്നുന്നു ഇതിൽ നിന്നൊന്നും ഈ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഈ കുട്ടികൾ ജീവിക്കുന്ന പരിസരത്ത് ജീവിക്കുന്ന മുതിർന്നവർക്ക് ആർക്കും തന്നെ ഇവർ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നും അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഒരിക്കലും സാധിക്കില്ല, ഇൻക്ലൂഡിങ് നമ്മളെല്ലാവർക്കും. കാരണം അവർ ചിന്തിക്കുന്ന, അവരെന്താണ് മനസ്സിലാക്കുന്നത്, അവരുടെ അവബോധം എന്താണ് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ബേസിക്കായിട്ടുള്ള ഒരു ഉറവിടം നമ്മളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും പുതിയ കാലത്തെ കുട്ടികളോട് നമ്മുടെ പഴയ, ഒരുപക്ഷെ എൻ്റെ അനുഭവം പോലും, എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലും അതിൻ്റെ ആഴം അല്ല എൻ്റെ അനിയത്തിയുടെ അനുഭവത്തിൻ്റെ ആഴം നിശ്ചയിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോന്നാണ് പുതിയത്. എനിക്ക് തോന്നുന്നു 30 സെക്കൻഡ് റീലുകൾക്ക് അധികം ഒരാളുടെ കോൺസെൻട്രേഷനെ പിടിച്ചിരുത്താൻ എന്തിനാണോ സാധിക്കുന്നത്, അതിനൊക്കെ പുതിയതിൻ്റെ ഛായ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ പുതിയ ക്ലാസ് മുറികളിൽ നിന്ന് ക്ലാസ് എടുക്കുന്ന പുതിയ കുട്ടികളോട് ജെൻഡർ ഫ്ലൂയിഡിറ്റിയെ പറ്റി, അതുപോലെ നമ്മുടെ ക്യൂയർ ഐഡൻറ്റിറ്റിയെ പറ്റി, ഏറ്റവും പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസുകളെ പറ്റി, റിലേഷൻഷിപ്പ് ടേംസിനെ പറ്റി, അങ്ങനെ മനുഷ്യരുടെ ബന്ധങ്ങളെയൊക്കെ പറ്റി പുതിയ ക്ലാസ് റൂമുകളിൽ ചെന്ന് ക്ലാസ് എടുക്കുന്ന അടിപൊളിയായിട്ടുള്ള അധ്യാപകരെ എനിക്കറിയാം. അവരൊക്കെ ഒരുപക്ഷെ പ്രായം ചെന്നവരായിരിക്കാം. അതുപോലെ എഴുത്തിലും സാഹിത്യത്തിലും കലയിലും ഒക്കെ ഈ പ്രവണത ഞാൻ മനസ്സിലാക്കുന്ന, ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ച ഏറ്റവും പുതിയതെന്ന് എനിക്ക് തോന്നുന്ന പല രചനകളും എഴുതിയിട്ടുള്ളത് എൻ്റെ തലമുറയിൽപ്പെട്ടവരല്ല, എന്നേക്കാൾ പഴയ തലമുറ. ഇപ്പോൾ രാവുണ്ണി മാഷ്ടെ മധുരനാരങ്ങയുടെ അല്ലികൾ എന്ന് പറഞ്ഞൊരു കവിത മാതൃഭൂമിയിൽ ഞാൻ വായിച്ച ഒരു കവിത, ഏറ്റവും പുതിയ കവിതയാണ് അതെന്ന് ഞാൻ പറയും. ഗംഭീരമായിട്ടുള്ള ഒരു കവിതയായിരുന്നു. 2 കമിതാക്കൾ, കുരുന്ന് കമിതാക്കൾ എന്നാണ് മാഷ് അവരെ പറയുന്നത്. കുരുന്ന് കമിതാക്കൾ മധുരനാരങ്ങയുമായി ട്രെയിനിലേക്ക് ഓടിക്കയറുകയും
അവരുടെ മുന്നിലേക്ക് നമുക്കൊക്കെ സുപരിചിതനായ കേശവമാമനെ പോലെ ഉപദേശിക്കാൻ മാത്രം ജീവിക്കുന്ന ഒരു അമ്മാവൻ അവരുടെ ഇടയിലേക്ക് കടന്നു വരികയും ആ അമ്മാവൻ്റെ വീക്ഷണകോണിൽ നിന്ന് മാഷ് കാര്യങ്ങൾ കണ്ട് സംസാരിക്കുകയും എന്നാൽ ആ അമ്മാവൻ്റെ ഓപ്പോസിറ്റ് നിന്ന് ആ കുരുന്ന് കവിതാക്കളുടെ ഒപ്പം നിന്ന് മാഷ കവിത അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കവിതയുണ്ട്. ഒരു ഗംഭീരമായിട്ടുള്ള കവിതയാണ്. രാമണ്ണി മാഷ് വളരെ പ്രായം ചെന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ തായിപ്പര ദേവത എന്ന് പറഞ്ഞ TP വേണുഗോപാല പണിക്കരുടെ ഒരു കഥ, അത് ഏറ്റവും പുതിയ കാലത്തെ ഇനിയും ഒരുപക്ഷെ ഇനി ഇതുവരെ സാധിക്കാത്ത തരത്തിൽ സൈബർ യുഗം എങ്ങനെയാണ് ഇനി വളരുന്നത് എന്നതിനെ പറ്റിയിട്ട് വളരെ ക്രാന്തദർശിയോടെ ചിന്തിച്ചിട്ട് എഴുതിയൊരു കഥയാണ്. ഗംഭീര കഥയാണ്. അതുപോലെ നമ്മുടെ അശോകൻ ചെരുവിലിൻ്റെ ഫാസിസത്തിനെതിരെ ഒരു നാടകം എന്ന് പറഞ്ഞൊരു കഥ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഏറ്റവും പുതിയ കാലത്തെ രാഷ്ട്രീയം എന്താണ്, എവിടെയാണ് നിൽക്കുന്നത്, ഫാസിസം വന്ന് വാതിലിൽ മുട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വ്യാകുലതയും ചിന്തയും ആകുലതയും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു കഥ, ഏറ്റവും പുതിയ കാലത്തെ രാഷ്ട്രീയത്തോട് സംവദിക്കുന്ന ഒരു കഥ. അപ്പം അത്തരത്തിലുള്ള ഒത്തിരി പുതിയ കാലത്തോട് സംവദിക്കുന്ന, പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യുന്ന, പുതിയ കാലത്തിനൊപ്പം നിന്ന് സംസാരിക്കുന്ന പല രചനകളും എഴുതിയിട്ടുള്ളത് പ്രായം ചെന്നിട്ടുള്ള മനുഷ്യരാണ് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. അതായത് പുതിയ കാലം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ പലരും പറഞ്ഞതുപോലെ എന്താണ് പുതിയതെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെയാണ് പുതിയത്. ഇതിൽ നിമ്നയുടെ പുസ്തകം വരാം, എൻ മോഹനൻ്റെ ഒരിക്കൽ വരാം, എൻ്റെ കഥ വരാം, ബിനീഷേട്ടൻ്റെ അഖിലിൻ്റെ ഒക്കെ പുസ്തകം വരാം, ഇവരുടെ എഴുത്തുകൾ വരാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വേഗതയിൽ കാലം സഞ്ചരിക്കുമ്പോൾ ആ വേഗതയിൽ നിന്നും പുതിയ കാലത്തെ ഇൻക്ലൂഡിങ് നമ്മളെ ഓരോരുത്തരെയും ഒന്ന് പോസ് ചെയ്ത് നിർത്താൻ എന്താണോ പ്രേരിപ്പിക്കുന്നത് അതൊക്കെ പുതിയതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. പുതുകാലം ആഘോഷിക്കുന്ന എഴുത്ത്. ഇപ്പോൾ നിമ്ന വിജയ് പുതിയ എഴുത്തിനെ പറ്റി എന്താണ് പുതിയത് എന്നുള്ളതിനെപ്പറ്റി സംസാരിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വേദിയിലിരിക്കുന്നത്. ഞാൻ 3 വർഷം പഠിച്ചത് തൃശ്ശൂരാണ്. അപ്പോൾ ഇനി ഒരിക്കലും തിരിച്ചു വരരുതേ എന്ന് ആഗ്രഹിച്ച് ഇറങ്ങിപ്പോയിട്ടുള്ളൊരു നഗരമാണ്. പക്ഷെ ഞാൻ ഈ പുസ്തകം എഴുതി കഴിഞ്ഞ 2 വർഷത്തിൽ ഏറ്റവും കൂടുതൽ വേദികൾ വന്നിട്ടുള്ളത് തൃശ്ശൂരാണ്. അപ്പോൾ ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം, ഏത് ചെറിയ പ്രോഗ്രാമിന് പോയാലും ആ ഒരു വേദി നിറയെ അവിടെ എപ്പോഴും ആളുകൾ ഉണ്ടാവുന്നതാണ്. ഈ ഒരു വേദി ആക്ച്വലി എനിക്ക് പുതിയതാണ്. കാരണം ഇത്ര സൈലൻ്റായിട്ട് ഇത് നിങ്ങൾ ഉറങ്ങുകയാണോ അത് സീരിയസ് ആയിട്ട് ലിസൺ ചെയ്യുകയാണോ എന്ന് എനിക്കറിയില്ല. ഇത്ര ഇങ്ങനെ പറയാം, അങ്ങനെ ഒരു ആളുകളെ കേൾക്കുന്ന ഒരു സദസ്സ്, ദാറ്റ് വാസ് വെരി ന്യൂ ടു മീ. അതേപോലെ എന്താണ് പുതിയതെന്ന് സാറ് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞാനും പുതിയതാണ്. ഞാനും സാഹിത്യത്തിൽ, എഴുത്തിൽ, ഈ ഒരു മേഖലയിലോട്ട് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. കാരണം ഇത്രയും വേദി ഇവിടെ ഉണ്ട്, ഇത്രയും വലിയ വലിയ ആളുകളുടെ പ്രോഗ്രാംസ് എല്ലാ വേദികളിലും നടക്കുന്നുണ്ട്. എന്നിട്ടും ഇവിടെ കുറച്ച് നേരം, ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ, എന്താണ് പുതിയത് എന്നറിയാനുള്ള കൗതുകമായിട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഇവിടെ വന്നിരുന്നതിന് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. ഇപ്പം പുതിയത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, എല്ലാ കാലത്തും സാഹിത്യം മെയിനായിട്ട് സംസാരിച്ചിട്ടുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്നത് ലൈഫിനെ ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്താണ് നടക്കുന്നത് ആ ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിലുള്ള ജീവിതങ്ങളെ അത് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഒന്ന് എപ്പോഴും അത് അധികാരത്തിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്, പവറിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. മൂന്നാമതായിട്ട് അത് ആളുകളെ ഹീൽ ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്, ആളുകളുടെ ലൈഫ് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാലത്തെ സാഹിത്യവും ചെയ്തിട്ടുള്ളത് ഇതേ ഒരു കാലമാണ്. അപ്പം ഇന്നത്തെ പുതിയ സാഹിത്യം, പുതിയ കാലം എന്ന് പറയുമ്പോൾ ഞാനാണെങ്കിലും അഖിലാണെങ്കിലും പുതിയ ആരായാലും ചെയ്യുന്നത് ആളുകളെ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൃതി ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്ന മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും 3-ൽ ഏതെങ്കിലും ഒന്ന് ടിക്കാക്കിയാൽ അതൊരു നല്ല സാഹിത്യകൃതിയാണെന്ന് അഭിപ്രായപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പുതിയത് എന്നൊരു വേർഡ് വരുന്ന സമയത്ത് ഇപ്പോൾ ഇവർ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ എനിക്ക് ആക്ച്വലി ശശി തരൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ച അവസ്ഥയാണ്. മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ്. ഇത്രയും അർത്ഥതലങ്ങൾ, അല്ലെങ്കിൽ ഇത്രയും ഡൈവേർഷനായിട്ട് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഞാൻ ആക്ച്വലി വളരെ സിമ്പിളായിട്ട് ഞാൻ എഴുതുന്ന പുതിയ കാലത്തെ എഴുത്ത്, ഞാൻ കണ്ടിട്ടുള്ള ജീവിതങ്ങൾ, ഞാൻ എൻ്റെ എഴുത്തിൽ പുതുതായിട്ട് എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊരു വിഷയത്തെക്കുറിച്ചിട്ട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഞാനൊരു ബുക്ക് എഴുതാനിരുന്ന സമയത്ത്
ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ള ഒരു കോട്ടുണ്ട്, നമുക്ക് വായിക്കാൻ ആഗ്രഹമുള്ള ഒരു ബുക്കുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വായിക്കാൻ കേൾക്കാൻ ആഗ്രഹമുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ട്, അതിതുവരെ എവിടെയും എഴുതി കണ്ടിട്ടില്ലെങ്കിൽ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളത് എഴുതുക എന്നുള്ളൊരു കോട്ടുണ്ട്. അപ്പോൾ ഒരു ധൈര്യത്തിന് പുറത്ത് ഞാൻ ഇതുവരെ മലയാളത്തിൽ എങ്ങനെ വായിച്ച് കേട്ടിട്ടില്ലാത്തൊരു സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നല്ല എല്ലാ കാലഘട്ടത്തിലും വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, എന്തുകൊണ്ട് ആളുകൾ അത് ഡിസ്കസ് ചെയ്യുന്നില്ല എന്നുള്ള ഐഡിയയിലാണ് സെൽഫ് ലവ് എന്നുള്ള ടോപ്പിക് എടുത്തിട്ട് ഞാൻ എൻ്റെ ഒരു ബുക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായി ഇത് പുതിയതാണ്, ഇതൊരു പുതിയ ന്യൂ ആയിട്ടുള്ളൊരു കാര്യമാണ്. സാഹിത്യത്തിലെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പലതരം സ്നേഹത്തെക്കുറിച്ച് സാഹിത്യത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സ്നേഹത്തിൽ നിന്നൊക്കെ മാറിയിട്ട് സ്വയം സ്നേഹിക്കുക എന്നൊരു ടോപ്പിക്ക് കൊണ്ടുവരിക. അപ്പോൾ പൊതുവെ എനിക്ക് തോന്നുന്നു വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത്. സ്വയം സ്നേഹിക്കുന്നത് സ്വാർത്ഥതയാണ്, അല്ലെങ്കിൽ നീ അവനവനെ തന്നെ സ്നേഹിക്കുന്നതിന് പകരം അതുപോലെ അയൽക്കാരനെയൊക്കെ സ്നേഹിക്കുന്നൊക്കെ പറഞ്ഞുള്ള കുറേ കോട്ടുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ സ്വയം സ്നേഹിക്കുക എന്നുള്ളൊരു കാര്യം പുതിയതായിരുന്നു. അപ്പോൾ ആ ഒരു പുതുമേനെ വളരെ ലളിതമായിട്ട് അതിൻ്റെ ആവശ്യകത എന്താണെന്ന് അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു ബുക്കിലോട്ട് കടന്നു വരുന്നത്. അപ്പോൾ ഇത് വായിച്ച സമയത്ത് ഇതിന്ന് വന്നിട്ടുള്ള ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനിപ്പോഴും ഒരുപാട് പഴയതാണ്. ഞാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ജെൻസി കാലഘട്ടം എന്ന് പറയുമല്ലോ, ഇപ്പം ഞാൻ അത് വെച്ച് നോക്കുമ്പോൾ ആക്ച്വലി ഞാൻ ബൈ ഏജിൽ ഞാൻ ജെൻസി ആണ്. ബട്ട് സ്റ്റിൽ ഞാൻ അതിനു മുന്നത്തെ കുറേ കാലഘട്ടങ്ങൾ പിന്തുടരുന്ന കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ആ ഒരു ബിലീഫ് സിസ്റ്റം ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇപ്പോഴും പുറത്തു വരാൻ പറ്റാത്ത ഒരാളാണ്. അപ്പം ഞാൻ ഈ അടുത്ത് ഒരു ഡിസ്കഷൻ്റെ സമയത്ത് പ്രണയവും സൗഹൃദവും എന്നുള്ള മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രണയവും സൗഹൃദവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ച സമയത്ത് ഒരു കുട്ടി എന്നിട്ട് ചോദിച്ചു, പ്രണയവും സൗഹൃദവും അല്ലാതെ രണ്ടാൾക്കിടയിൽ വേറെ ഒന്നും ഉണ്ടാവില്ല എന്ന് ചോദിച്ചു. അപ്പം ഞാനിതിന് എങ്ങനെ ആൻസർ പറയാം? നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ ബന്ധങ്ങളെയും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ 2 വാക്കുകൾ വെച്ചിട്ടാണ്. പക്ഷെ അതിനപ്പുറം നമ്മൾ ഡിഫൈൻ ചെയ്യാതെ പോയി ഒരുപാട് ബന്ധങ്ങളെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പറയുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ പുതിയ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാളേറെ പഠിച്ചു വെച്ച ഒരുപാട് കാര്യങ്ങൾ അൺലേൺ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇന്നിൻ്റെ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ പുതിയൊരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ തിരുത്തിയിട്ട് നിങ്ങളിത് പുതിയത് പറയൂ എന്ന് അവകാശപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇന്നുള്ളത്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസിൻ എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് നമ്മളിങ്ങനെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ വെറുതെ വളരെ സാഡായിട്ട് ഇരിക്കുന്നത് കണ്ട് എൻ്റെ ഒരു അനിയത്തി ഇവനോട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറഞ്ഞൊരു കഥ ഇങ്ങനെയാണ്. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പുതിയ കാര്യങ്ങളായിട്ട് കുറച്ച് അപ്ഡേറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അവൻ പറഞ്ഞു എങ്ങനെയാണ്, ഞാനും അവളും തമ്മിലൊരു സിറ്റുവേഷൻഷിപ്പിലായിരുന്നു. ഓക്കെ, ഞങ്ങൾ തമ്മിലൊരു സിറ്റുവേഷൻഷിപ്പിലായിരുന്നു. അവൾക്കൊരു ബെസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് കുഴപ്പമുണ്ടായില്ല. കാരണം ഒരുപാട് ബ്രെഡ് ക്രംബിങ് ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിൽ. പിന്നെ കുറച്ച് ദിവസം പെട്ടെന്ന് ഒരു ദിവസം അവൾ എന്നെ ഗോസ്റ്റിങ് ചെയ്തു, പിന്നെ പെട്ടെന്ന് സോംബിങ് ചെയ്തു. എനിക്കത് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവൾ കുഷനിങ് ചെയ്താൽ അതെനിക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല ഇത് എന്ത് തരം റിലേഷൻഷിപ്പാന്ന് അറിയാതാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷേ ഇത് വളരെ നോർമലാണ്, ഇത് കുട്ടികൾക്കിടയിൽ അവർ സംസാരിച്ചു കൊടുക്കുന്ന റിലേഷൻഷിപ്പാണ്. അപ്പം ഈ കാര്യങ്ങളെ ഡിഫൈൻ ചെയ്യാൻ അറിയാതെ അല്ലെങ്കിൽ ഇതെന്താണെന്ന് മനസ്സിലാക്കാതെ ഇനിയൊരു പുസ്തകം എഴുതാൻ, ഇനി പ്രണയത്തെക്കുറിച്ച് എഴുതാൻ, അല്ലെങ്കിൽ സ്നേഹത്തെക്കുറിച്ച് എഴുതാൻ, സൗഹൃദത്തെക്കുറിച്ച് എഴുതാൻ ഞാനൊന്നും പഠിക്കും. ഇപ്പം നമ്മൾ റിലേഷൻഷിപ്പ് സ്നേഹം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഇന്നിൻ്റെ കാലത്തിൻ്റെ അടയാളപ്പെടുത്തുകളായിരിക്കും മിക്കവാറും ഞാൻ എഴുതുന്ന പുസ്തകങ്ങൾ. ഞാൻ ജീവിച്ച അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ചുറ്റുപാടിനെ കുറിച്ചാണ് ഞാൻ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇനി ഞാനൊരു പ്രണയത്തെക്കുറിച്ച് എഴുതുമ്പോൾ ജസ്റ്റ് ഞങ്ങൾ തമ്മിൽ സ്നേഹമായിരുന്നു, ഇഷ്ടമായിരുന്നു പറയുന്ന സമയത്ത് അവർ DTR ചോദിക്കും. എന്താ DTR എന്ന് നിങ്ങൾക്കറിയോ? ഡിഫൈൻഡ് റിലേഷൻഷിപ്പ്. അതിൻ്റെ സിമ്പിൾ കോഡാണ് DTR. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു കാര്യം എഴുതാനിരിക്കുന്ന സമയത്ത് ആ കാലഘട്ടത്തെ അറിയാമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പുതിയ ഒരുപാട് കാര്യങ്ങൾ മാറുന്നുണ്ട്. മാറ്റം വരാത്തത് മാറ്റം എന്നൊരു വാക്കിന് മാത്രമാണ് എന്നുള്ള കാര്യമാണ് സത്യം. അപ്പം മാറ്റത്തിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മളെല്ലാവരും പറയും ഞങ്ങൾ പണ്ട് ഇങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായത്, അല്ലെങ്കിൽ പണ്ട് കാലത്ത് ഇങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ചെയ്യേണ്ടത്, ഏത് മേഖലയാണെങ്കിലും ചെയ്യേണ്ടത് ഇപ്പോഴുള്ള ഓപ്പർച്യൂണിറ്റീസിനെ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം
പണ്ട് നമ്മളൊരു ബുക്ക് ഇറക്കുന്ന സമയത്ത് ആ ബുക്ക് നമുക്ക് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പരസ്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു എഴുത്തുകാരൻ്റെ ഒരു പ്രശസ്തി കൊണ്ട് ആ ബുക്ക് വിറ്റ് പോവായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പേര് എഴുത്തിലോട്ടും വായനയിലോട്ടും വന്നൊരു കാലഘട്ടമായിട്ടാണ് ഞാൻ ഇന്നിനെ അടയാളപ്പെടുത്തുന്നത്. പണ്ട് പുസ്തകശാലകളിൽ നമ്മൾ പോയി ബുക്ക് വാങ്ങിയിട്ട് നിന്ന് ഇന്ന് മസാല കടകളിൽ വരെ പുസ്തകങ്ങൾ കിട്ടുന്ന ഒരു കാലമായിട്ട് മാറി. റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന സമയത്ത്, ട്രെയിനിൽ, ബസ്സിൽ, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് പുതിയ ആളുകളുടെ കയ്യിൽ ഒരു പുസ്തകം ഇരിക്കുന്ന കാലഘട്ടമായിട്ട് ഇന്ന് മാറി. ഒരുപാട് പുതിയ പബ്ലിക്കേഷൻസ് വരുന്ന, ഒരുപാട് കുട്ടികൾ സ്വന്തമായിട്ട് പുസ്തകം ഇറക്കി അത് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് സ്വന്തം ഫീസ് അടയ്ക്കുന്ന ഒരു കാലഘട്ടമായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എഴുത്തിൽ വന്ന കാര്യത്തെക്കുറിച്ച്, സാഹിത്യത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു വലിയ മാറ്റം എന്നുള്ളൊരു കാര്യം എവിടെയും വന്നിട്ടില്ല. എല്ലാ കാലത്തിനും അനുസരിച്ച് ആ കാലഘട്ടത്തിനെ അടയാളപ്പെടുത്തുന്ന പോലെ പുതിയ കാലഘട്ടത്തിനെ നമ്മൾ അടയാളപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ എഴുത്തുകാരെഴുതുന്ന കൃതികൾ വളരെ ലളിതമാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ കേൾക്കാറുണ്ട്. അപ്പം എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പുതിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയിൽ എത്ര പേർക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയാം? നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ കുട്ടികളെ ചേർക്കുന്ന സമയത്ത് മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിന് വെളിയിൽ നിർത്തുന്ന, അടി കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളെ വായനയിലോട്ട് കൊണ്ടുവരണമെങ്കിൽ, അവർക്ക് വായന കുറച്ചുകൂടി സുപരിചിതമാക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ലളിതമായിട്ട് നമ്മൾ അവരോട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അതുവഴി ഒരു സ്റ്റാർട്ടർ കൊടുത്തുകൊണ്ട് അവരെ വായനയിലോട്ട് ഇൻവൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു റീഡിങ്ങിൽ അല്ലെങ്കിൽ ഈ ഒരു പുസ്തക വിപണനത്തിൽ വന്നൊരു മാറ്റം പറയുകയാണെങ്കിൽ, ഞങ്ങൾ ഈ അടുത്ത് തിരുവനന്തപുരം പാളയത്ത് പോയ സമയത്ത് അവിടെ ഉണ്ടായ ഒരു ചേട്ടൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇവിടെ കുട്ടികൾ സ്ഥിരമായിട്ട് വന്നിരുന്നത് അക്കാദമിക് ബുക്കുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവർ വായിക്കുന്നുണ്ട്, അവർ വായിക്കുന്നത് കൂടുതലും ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ്, മലയാളം പുസ്തകങ്ങൾ അവർ വായിക്കാറില്ലായിരുന്നു. ഇപ്പോൾ കുട്ടികൾ മലയാള പുസ്തകങ്ങൾ തേടി വരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് സൂടായിട്ടൊരു 5 ഇയേഴ്സിൽ നമുക്ക് ഇവിടെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത് ChatGPT വഴി എഴുതിയ പുസ്തകങ്ങളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അടുത്ത് ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ട് പോയിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ പിൻകുറിപ്പിൽ അവർ എഴുതിയിട്ടുള്ളത് താങ്ക്സ് ടു ChatGPT എന്നാണ്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ChatGPT എടുത്തു കൊടുത്താൽ ഇവരുടെ ബുക്കിലുള്ള അതേ കാര്യങ്ങൾ നമുക്ക് തിരിച്ചു തരും. പക്ഷേ ആ ബുക്ക് ബെസ്റ്റ് സെല്ലറായിട്ട് വിട്ടുപോകുന്നുണ്ട്. അപ്പോൾ എല്ലാ കാലവും മാറ്റങ്ങളും സംഭവിച്ചിരിക്കും. പക്ഷേ മലയാളികളുടെ വായന ഒരു കാലത്തും മാറുന്നില്ല. പണ്ട് ഇപ്പോൾ ഓഡിയോ ബുക്ക് ഭയങ്കര ഫെമിലിയർ ആണല്ലോ. പണ്ട് ആകാശവാണിയിൽ ഇതേപോലെ ഓഡിയോ ബുക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴും ആകാശവാണിയിൽ ഒരു പുസ്തക പരിചയം എന്ന് പറഞ്ഞിട്ട് ഡെയിലി ഒരു നോവൽ വായിക്കുന്ന പരിപാടി ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫോമുകൾ മാറുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പുതിയ ചെറിയ ചെറിയ ബുക്കുകളായിട്ടും കാര്യങ്ങളായിട്ടും വായന എല്ലാ രീതിയിലും ഇവിടെ വരുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ആ ഒരു മാറ്റത്തെ ഇരു കൈയോടെ കൂടി സ്വീകരിച്ച് എല്ലാവരും ഒരുപോലെ നിലനിന്നുകൊണ്ട് ഈ ഒരു കാര്യത്തെ നമുക്ക് കുറച്ചുകൂടി ആളുകളിൽ എത്തിക്കുക, ഒരുപാട് വായനക്കാരുണ്ടാവുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്താണ് പുതിയതെന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ പുതിയതാണ്. ഇതിൻ്റെ കൂടെ ബാക്കിൽ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളും കൂടെ ഒരുപാട് പുതുമ ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. താങ്ക് യു. ഞാൻ കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത്, കട്ടപ്പനക്കാരനാണ്. അപ്പോൾ കട്ടപ്പനയിൽ 40 വർഷമായി ഇവിടെ പുസ്തക കച്ചവടം നടത്തുന്ന ഒരു ജോർജ് കുട്ടിച്ചേട്ടനുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം ജോർജ് കുട്ടിച്ചേട്ടൻ പറഞ്ഞൊരു വാക്കാണ്, അതായത് നമ്മുടെ ഈ ഇൻഫർമേഷൻ, നമ്മുടെ ഈ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾ അതൊക്കെയാണ് കൂടുതലും വിറ്റ് പോകുന്നത്. പുതുതലമുറ ഈ ബുക്ക് സ്റ്റാളുകളിലേക്ക് കയറുന്നേ ഇല്ല. ആകെ ജീവിതം അങ്ങ് ഈ കച്ചവടമേ അങ്ങ് നിർത്തിക്കളയാമെന്നുള്ളൊരു ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് അഖിലിൻ്റെയൊക്കെ നോവലുകൾ വരുന്നത്. പുതുതലമുറ ബുക്ക് സ്റ്റാളുകളിലേക്ക് കയറുന്നു, അഖിലിൻ്റെ പുസ്തകം മേടിക്കുന്നു. അപ്പോൾ അത് അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ളൊരു ഊർജ്ജം കൂടിയാണ് എന്നിങ്ങനെ എന്നോട് പറഞ്ഞു. അപ്പോൾ എന്ത് പുതിയതാണ് അഖിലിൻ്റെ എഴുത്തിനകത്തുള്ളത്? എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് പേടി വരുന്നുണ്ട് ഇവിടെ നിന്നിട്ട്. അതുമല്ല, ഇവിടെ സംസാരിക്കുന്നതാണെങ്കിലും ഞാനിങ്ങനെ ഒരുപാട് ഇതിൽ പോവില്ല, വേദികളിലൊന്നും പോകാറില്ല. ലാസ്റ്റ് കാഫെസ്റ്റിനാണ് ഞാൻ കേരളത്തിൽ പ്രോഗ്രാം ചെയ്തത്. അതിന് ഫെബ്രുവരിക്ക് ശേഷം ഇപ്പോൾ ഓഗസ്റ്റിലാണ് ഇപ്പോൾ കേരളത്തിലൊരു പ്രോഗ്രാം, ഇങ്ങനൊരു സെഷൻ ചെയ്യുന്നത്.
പോകാത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് എനിക്കിങ്ങനെ ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ട് അറിയത്തില്ല. അത് പേടിച്ചിട്ട് തന്നെ ഇപ്പോൾ വല്ല മണ്ടത്തരവും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മൊത്തം അത് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കും. നമ്മളായിട്ട് എന്തിനാ വെറുതെ ഒരു ഇതുണ്ടാക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എൻ്റെ ഒരു സോറി പറയുകയാണ്, എൻ്റെ ട്രെയിന് 9 മണിക്ക് എത്തേണ്ടതായിരുന്നു, ഏറനാട് എക്സ്പ്രസ്. അത് ചതിച്ചതുകൊണ്ടാണ് ഞാനിവിടെ എത്താനായിട്ട് ലേറ്റായത്. പിന്നെ എന്താണ് പുതിയതെന്ന് ചോദിച്ചു. പുതിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് എഴുത്തുകാർ ഇപ്പോൾ നിൽക്കുന്ന ഒരു എന്താ പറയുക ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിക്കാമെങ്കിൽ പോലും കുറച്ച് ആൾക്കാരുടെ പുസ്തകങ്ങളുണ്ട്. അത് പുതിയതെന്ന് പറഞ്ഞ് തന്നെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കറിയത്തില്ല ഞാൻ എഴുതുന്നത് പുതിയതാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കിങ്ങനെ എഴുതാനായിട്ട് അറിയത്തുള്ളൂ. ഞാൻ കൊച്ചിലോട്ട് എഴുതി വന്ന ശൈലിയും ഇപ്പം തന്നെ തുടരുന്നത് തന്നെയാണ്. ഞാൻ കഥ പറഞ്ഞിട്ടാണ് എനിക്ക് ശീലം കുട്ടിക്കാലം തൊട്ട് തന്നെ. അതിനുശേഷമാണ് ഞാൻ എഴുത്തുകാരനായി മാറിയത്. ഈ പറഞ്ഞ കഥ തന്നെ ഒരുപാട് പേരോട് പറഞ്ഞ് മടുത്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ബുക്കിൽ അത് കുറിക്കാൻ തുടങ്ങിയത്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് പോലും എടുക്കുന്നത്. ഞാൻ ആലപ്പുഴക്കാരനാണ്. അവിടെ പാതിരപ്പള്ളിയിൽ SNDP YMA വായനശാലയുണ്ട്. അവിടുത്തെ ഓൾമോസ്റ്റ് ആ സമയത്തുണ്ടായിരുന്ന ബുക്കുകളൊക്കെ വായിച്ചു തീർക്കുന്ന ഒരു മുൻപന്തിയിലുള്ള ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴും എൻ്റെ ആ ഒരു എഴുത്ത് സ്റ്റോറി ടെല്ലിംഗ് മെത്തഡാണ്. നിങ്ങൾ ആരൊക്കെ എൻ്റെ ബുക്ക് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ എഴുത്തെന്ന് പറഞ്ഞാൽ സ്റ്റോറി ടെല്ലിംഗ് മെത്തഡാണ്. അത് കുറച്ചുകൂടെ ലളിതമാണ്. ഞാനിപ്പോൾ എങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നു അതുപോലെ തന്നെയാണ് ഞാൻ കഥ എഴുതുന്നത്. പിന്നെ കുറേ ആൾക്കാർ പറയും ഇതൊന്നും അല്ല എഴുത്ത്, സാഹിത്യം ഇതൊന്നും അല്ല, സാഹിത്യ ഗുണം ഇല്ല എന്ന് പറയും. നമ്മൾ 50 വർഷം മുമ്പ് പബ്ലിഷായ ഒരു ബുക്ക് പോലെ ആണോ ഇപ്പോൾ ഈ പറയുന്ന വ്യക്തികൾ എഴുതുന്നതെന്ന് എനിക്കൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. അപ്പോൾ അവരെന്തെങ്കിലും 50 വർഷം മുമ്പ് എഴുതിയിട്ടുള്ളല്ലോ, കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓരോ പുസ്തകങ്ങൾ, സിനിമ, പാട്ട്, നമ്മുടെ വസ്ത്രധാരണം പോലും മാറിക്കൊണ്ടിരിക്കും ഇല്ലേ? മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് പലപ്പോഴും സാഹിത്യത്തിൽ ഈ ഒരു പുതിയത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മാറ്റം അക്സെപ്റ്റ് ചെയ്യാത്തതെന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും പല രീതിയിൽ വരുന്ന വിമർശനങ്ങളും. എനിക്ക് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന പലർക്കും വരുന്ന വിമർശനങ്ങൾ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു ബിനീഷ് ചേട്ടനെ നല്ല രീതിയിൽ എയറിലായിരുന്നു. പിന്നെ അതിന് മുന്നേ നിമ്നയായിരുന്നു. പിന്നെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനും ഉണ്ട്. അപ്പോൾ എനിക്കൊരു അവാർഡ് കിട്ടിയത് കൊണ്ട് ഞാനിപ്പോൾ എയറിലാണ്. അപ്പോൾ അതാ പറഞ്ഞത്, മാറ്റത്തിനെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു എന്ന് പറഞ്ഞത് നമുക്ക് ഇടുങ്ങിയ മനസ്സാണെങ്കിൽ നമുക്കത് പറ്റത്തില്ല. ഇപ്പോൾ ഒരാൾ നടന്നു പോകുമ്പോൾ ആ ആളുടെ ഒരു പെൺകുട്ടിയാണെങ്കിൽ അതിൻ്റെ ആ വസ്ത്രം കൊണ്ട് ജഡ്ജ് ചെയ്യും, ഈ കൊച്ച് ശരിയല്ല എന്ന് പറയും. അതെന്ന് പറയുന്നത് നമ്മുടെ ഇടുങ്ങിയ ചിന്താഗതിയാണ്. കാലത്തിനനുസരിച്ചിട്ട് മാറണം. ഇതിൻ്റെ എല്ലാത്തിലും മാറ്റം വരുന്നുണ്ട്. നമ്മുടെ എഴുത്തിനാണെങ്കിലും വായനയിലാണെങ്കിൽ പോലും ഇപ്പോൾ ഉള്ള എത്ര കുട്ടികൾക്ക്, നിമ്ന പറഞ്ഞ പോലെ തന്നെ എത്ര കുട്ടികൾക്ക് മലയാളം വായിക്കാനായിട്ട് അറിയാം. ഞാനിപ്പം എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഞാനല്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ റാം കെയർ ഓഫ് ആനന്ദിയൊക്കെ സ്വന്തമായിട്ട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ. കേരളത്തിൽ മാത്രമല്ലാതെ വലിയൊരു ഓഡിയൻസിലേക്ക് എനിക്ക് എത്താൻ പറ്റുമല്ലോ എന്നൊക്കെ. മലയാളം പോലും വായിക്കാൻ അറിയാത്ത കുട്ടികളുണ്ട്. പലരും വന്നിട്ട് ചില പ്രോഗ്രാംസിന് വന്നിട്ട് എനിക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ചേട്ടാ ഇതൊന്ന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. അപ്പം പുതിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് പുതിയത്. അപ്പം മാറ്റത്തിനനുസരിച്ചിട്ട് നമ്മൾ മനുഷ്യരും മാറിക്കൊണ്ടിരിക്കണം. അല്ലാതെ നമ്മൾ അങ്ങനെ ഒരു കാലത്ത് കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതിലേ ഞാൻ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് കുറച്ച് നിന്ന് അവരവിടെ നിൽക്കത്തേ ഉള്ളൂ. അവർക്കുള്ള വണ്ടി പോയി, ഇനി അവരവിടെ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിൽക്കത്തേ ഉള്ളൂ. രാത്രി വരെ അവിടെ നിൽക്കും, പിന്നെ നടന്ന് അങ്ങ് എത്തത്തേ ഉള്ളൂ. അതേ എനിക്ക് പറയാനുള്ളൂ. ഞാനപ്പോൾ ആ ബസ്സിൽ കയറിപ്പറ്റിയ ഇവരെല്ലാവരും ആ ബസ്സിൽ കയറിപ്പറ്റിയ ആൾക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളൊക്കെ ആ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പിടിവാശി പിടിച്ച് നിൽക്കുന്നവർ ആ സ്റ്റോപ്പിൽ അങ്ങ് നിൽക്കും. ലാസ്റ്റ് ബസ്സായിരുന്നു അത്, പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർ നടന്നെത്തട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ പുതിയതിനെപ്പറ്റി പിന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ എൻ്റെ കഥകളൊക്കെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫേസ്ബുക്കിലാണ് എഴുതിയിട്ടുള്ളത്. ഫേസ്ബുക്കിൽ നിന്ന് തന്നെ എനിക്ക് ക്രൗഡ് ഫണ്ടിങ് വഴിയാണ് എൻ്റെ ഫസ്റ്റ് ബുക്ക് ഓജോ ബോർഡ് പബ്ലിഷ് ആയിട്ടുള്ളത്. ഞാൻ എഴുതുന്ന സമയത്ത് പോലും എനിക്കറിയത്തില്ല ഇത് ഫേസ്ബുക്കിലൂടെ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ഈ ഒരു ബുക്ക് പുറത്തു വരുമെന്ന്. 37 അധ്യായങ്ങളായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. പോസ്റ്റ് ചെയ്ത ലാസ്റ്റിൽ ഒരു കമൻറ്റ് വന്നു, ഇത് ബുക്കാക്കി കൂടെയെന്ന്. അതിന് ഞാൻ പഠിക്കുകയാണ് ആ സമയത്ത്. എൻ്റെ വീട് അതിദാരിദ്ര്യമായിട്ടുള്ളൊരു കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഞാൻ. അപ്പം വീട്ടിൽ ചെന്ന് ബുക്ക് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 വെട്ടി അടിക്കും, ആ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അത് തന്നെ ഞാൻ അതിൻ്റെ അകത്ത് എഴുതി, എനിക്ക് പബ്ലിഷ് ചെയ്യാനുള്ള പണമില്ല, ഞാൻ പഠിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കമൻറ്റ് കണ്ടിട്ട് ഓജോ ബോർഡ് എന്നും പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി, ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ആ വായിച്ചുകൊണ്ടിരുന്നവർ കയ്യിലുള്ള 50-100 രൂപയൊക്കെ ഇട്ടിട്ട് ക്രൗഡ് ഫണ്ടിങ് നടത്തിയിട്ട് ഞാൻ അറിയുന്നില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു വിഷു സമയമാണ് 2014. അപ്പോൾ ആ സമയത്ത് എൻ്റെ അക്കൗണ്ട് നമ്പർ സംഘടിപ്പിച്ചിട്ട് അവരെല്ലാം കൂടെ എൻ്റെ അക്കൗണ്ടിലേക്ക് ആ പൈസ ഇട്ട് തന്നു. 50,000 രൂപ എന്ന് പറയുന്നത് ഇപ്പോഴും വലുതാണ്. അപ്പോൾ 10 വർഷം മുമ്പത്തെ 50,000 രൂപയുടെ വിലയൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ആൾക്കാരെല്ലാം മലയാളികളൊക്കെ കൂടെ ചേർന്നിട്ട് എൻ്റെ എഴുത്ത് ഇഷ്ടപ്പെടുന്നവർ ചേർന്നിട്ട് എഴുത്തുകാരനാക്കിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ.
അപ്പം എനിക്ക് അതിൻ്റെതായ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഞാൻ വല്ലവരും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നോക്കി അതുപോലെ എഴുതാനൊന്നും നിൽക്കത്തൊന്നുമില്ല. ഞാൻ എന്താണോ എഴുതുന്നത് അതുപോലെ ഞാൻ മുന്നോട്ട് പോകും. ചിലപ്പോൾ കുറേ വർഷം കഴിയുമ്പോൾ ഞാൻ അഖിൽ പി ധർമ്മജൻ ഔട്ടാവും. കാരണം ഇതൊന്നും അല്ലായിരിക്കും. അടുത്ത ആൾക്കാർ വരുമ്പോൾ അവർ പറയും ഇതാണ് എഴുത്ത്. അപ്പം ഞാനത് ഒന്നെങ്കിൽ അത് പഠിക്കുക, എന്താണ് അവരെഴുതുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ എനിക്ക് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ മാറി നിൽക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ പുതിയത് പഴയത് എന്നുള്ളതല്ല, നമ്മൾ മനുഷ്യൻ നമ്മൾ സ്വയം പുതുക്കിക്കൊണ്ടിരിക്കുക, മുന്നോട്ട് പോവുക, മറ്റുള്ളവരെ നോക്കി അവരിൽ നിന്ന് എന്തെങ്കിലും ഗുണങ്ങൾ മാത്രം എടുക്കുക. അല്ലാതെ അവരുടെ കുറ്റം പറഞ്ഞ് അങ്ങനെ ചിലർക്കൊരു ഇതുണ്ട്, അവർ ജനിക്കും, ജീവിക്കും, മരിക്കും. ആ ജീവിക്കുന്ന സമയത്ത് അവരെന്ന് പറയുന്നത് മുന്നിൽ നടക്കുന്നവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി അവർ കുറ്റം പറയും. അവർ ഈ ചരിത്രത്തിൽ എവിടെയും ഇടം പിടിക്കാൻ പോകുന്നില്ല. അവരുടെ ജീവിതം തന്നെ അതിന് അവർ ചുവരിൽ ഫ്രെയിമായിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 തലമുറ കഴിയുമ്പോൾ അതെടുത്ത് ആരെങ്കിലും ദൂരെ കളയും, അത് കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഇതൊക്കെ പറഞ്ഞ് നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നമ്മൾ വൈകത്തേ ഉള്ളൂ. അതെനിക്ക് പറയാനുള്ളത് ഈ ഒരു അവസരത്തെ അതുകൂടെ പറയുകയാണ്. നിങ്ങൾ ഈ കേൾക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് എഴുത്തിൽ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ വിമർശിക്കാനായിട്ട് വരും. നിങ്ങൾ പഴയതേ എഴുതാവുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാവുള്ളൂ എന്നൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതണം, അല്ലാതെ മറ്റുള്ളവർ പറയുന്നതൊന്നും കേൾക്കേണ്ട. ഇവിടെ ഇവിടെ വായനക്കാരുണ്ട്, അവരാണ് ജഡ്ജ് ചെയ്യേണ്ടത്. അവർ പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തണമെങ്കിൽ തിരുത്തുക, അത്രയേ ഉള്ളൂ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. അതായത് ജീവിതം ഇപ്പോൾ തകഴി കണ്ട ഒരു കർഷകനെ അല്ല അഖിൽ കാണുന്നത്. അപ്പോൾ അയാളുടെ ജീവിതത്തിൻ്റെ സങ്കീർണതകളും ജീവിതത്തിൻ്റെ അനുഭവങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ ആ പുതിയ എഴുത്ത്, പുതിയ ജീവിതം, പുതിയ കാലഘട്ടമാണ് പുതിയ എഴുത്തിനെ രൂപപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ പുതിയ സാധ്യതകളാണ്. അപ്പോൾ ഈ അനുഭവക്കുറവ് എന്ന് പറയുന്നത്, അതായത് പിന്നെ പുതുകാല എഴുത്തുകാർക്ക് അല്ലെങ്കിൽ അനുഭവത്തിൻ്റെ കുറവുണ്ട് എന്ന ഒരു ആക്ഷേപം. അതായത് അനുഭവങ്ങളില്ലാത്തത് കൊണ്ടാണ് എഴുത്തിന് ഇത് പിന്നെ ഒരു ആഴമില്ലാത്തത് എന്നുള്ള നിലയിൽ ഉള്ളൊരു ആക്ഷേപത്തിന് പിന്നെ കാര്യമുണ്ടോ സരിഞ്ഞൻ? അനുഭവം എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് പുതിയ ആളുകൾക്ക് ഇല്ലെന്നും പഴയ ആളുകൾക്ക് ഉണ്ട് എന്നും നമ്മൾ അങ്ങനെ വേർതിരിച്ച് കാണേണ്ടതില്ല. രണ്ട്, നമ്മൾ ഈ അനുഭവം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കുന്നത് ഒരുപാട് കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പോയതും സമയത്ത് ആഹാരം കിട്ടാതിരുന്നതും ഒന്നും അല്ല. യഥാർത്ഥത്തിൽ അനുഭവം അതൊന്നും അല്ലല്ലോ. ഒരു മനുഷ്യൻ ഉള്ളിൽ അനുഭവിക്കുന്ന അനുഭവങ്ങളാണ് യഥാർത്ഥ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. അനുബന്ധമായി തന്നെ നമുക്ക് പറയാനുള്ളത് മറ്റൊന്ന്, ഇപ്പോൾ കേരളീയ ജീവിതത്തെക്കുറിച്ച് ഇപ്പോൾ മുമ്പൊന്നും ഇല്ലാത്ത തരത്തിലുള്ള പല ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം ഒരു അന്തസാര ശൂന്യമായ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവമായ ഒരു വലിയ ശ്രമം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മാധ്യമങ്ങളെല്ലാം വൈകുന്നേരങ്ങളിൽ കണ്ടൻ്റ് ഇല്ലാത്ത വിഷയത്തെക്കുറിച്ച് തുടർച്ചയായ ദിവസങ്ങളിൽ ചർച്ച നടത്തുകയും ആ ചർച്ച ഇങ്ങനെ നിരന്തരം നിലനിർത്തുകയും അതിനോടനുബന്ധമായി തന്നെ നമ്മൾ ഈ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും പല കാലമായി നവോത്ഥാനം ഉൾപ്പെടെയുള്ള പല പ്രവർത്തനങ്ങളിലൂടെ അടിച്ചു പുറത്തിറക്കിയ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ വീട്ടിലേക്ക് മെല്ലെ മെല്ലെ തിരിച്ചു കയറ്റി വീടുകളെ ഒരു വലതുപക്ഷ കോട്ടയാക്കുന്ന ഒരു സംവിധാനം, ഒരു രാഷ്ട്രീയ സംവിധാനം നമ്മൾ അറിഞ്ഞോ അറിയാതെ നമുക്ക് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വർഗീയത എന്നൊക്കെ പറയുന്നത് മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിൽ സമൂഹത്തിനെ പടർന്നു പിടിക്കുന്നത്. ഇത്തരം ഒരു കാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ പുണ്യ സംസാരിച്ചപ്പോഴും ഇപ്പോഴൊക്കെ പറഞ്ഞു, നമ്മൾ ഈ 1.5 മിനിറ്റ് ഇപ്പോൾ വാട്സപ്പിലെ സ്റ്റാറ്റസ് ഇടുന്നതിന്, ഇൻസ്റ്റയിലോ FBയിലോ പോസ്റ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു നിശ്ചിത സമയമുണ്ട്. അപ്പോൾ അത് പൊതുവേ നമ്മൾ പറയുന്നത് ഈ പുതിയ തലമുറയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം 1.5-2 മിനിറ്റിനപ്പുറത്തേക്ക് അറ്റൻഷൻ കിട്ടില്ല എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അത് സ്ഥാപിച്ചത് ആരാണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വലുതായിട്ട് ചിന്തിക്കും. ഇതിൽ ആരുടെ അജണ്ടയാണ് ഈ 1.5-2 മിനിറ്റിനപ്പുറത്തേക്ക് നമ്മുടെ അറ്റൻഷൻ കിട്ടില്ല എന്ന് പറയുന്നത്? അത് ഇൻസ്റ്റയും സോഷ്യൽ മീഡിയയും ഉൾപ്പെടെയുള്ള വലിയ കോർപ്പറേറ്റ് കമ്പനികൾ നമുക്ക് നേരെ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന ഒരു ധാരണയാണ്. യഥാർത്ഥത്തിൽ 2 മിനിറ്റിനപ്പുറം പുതിയ തലമുറയിലുള്ള ഒരു കുട്ടിക്ക്, ഒരാളിന് അറ്റൻഷൻ കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം അങ്ങനെയുള്ളവർക്കൊന്നും മനുഷ്യത്വപരമായ ഒരു കാര്യത്തിലും ഇടപെടാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു കമ്മോഡിറ്റി എന്നുള്ള നിലയിൽ ഇതെല്ലാം മാറുമ്പോൾ, വിപണനം എന്നുള്ള നിലയിൽ മാറുമ്പോൾ, ഇതിനെ എല്ലാത്തിനെയും ലളിതവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആഴമില്ലാത്ത കാര്യങ്ങൾ ആവർത്തിക്കുമ്പോഴൊക്കെയാണ്, തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴൊക്കെയാണ് ഈ വലതുപക്ഷവൽക്കരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ സംഭവിക്കുന്നത്. അതിൻ്റെ ദോഷഫലങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഈ രാജ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്.
വർഗീയത എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. ആ തരം വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും എഴുത്തുകാർക്കുണ്ട്. എഴുത്തുകാർക്ക് അതിനകത്തുനിന്ന് ഒളിച്ചോടി പോയിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. എഴുത്തുകാർ ഇത്തരം വിഷയങ്ങളെ ജാഗ്രതയോടുകൂടി കണ്ട് അത് തോറ്റുപോയാൽ പോലും പ്രതിരോധിക്കുന്നതിന് ചാവേറായി മുന്നിൽ നിൽക്കാനുള്ള തൻ്റെ ഇടം കാണിക്കാൻ എഴുത്തുകാർ ഉറപ്പായിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ കേരളമായത് നമുക്കൊക്കെ മനുഷ്യനായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത്, മനുഷ്യൻ്റെ അന്തസ്സെന്ന് പറയുന്നൊരു ഒന്നുണ്ടായത് നമ്മുടെ സാഹിത്യവും കലയും ഉൾപ്പെടെയുള്ള നിരന്തരമായ നവോത്ഥാന നായകന്മാരുടെ പ്രവർത്തനം ഉൾപ്പെടെയൊക്കെ ഉള്ളതുകൊണ്ട് പോരാടി നേടിയതാണ് എല്ലാം. അറിയാൻ അക്ഷരം പഠിച്ചതുപോലും വലിയ പോരാട്ടം നടത്തിയ, വസ്ത്രം ധരിക്കാനുള്ള അവകാശം നമുക്കുണ്ടായത് പോരാട്ടം നടത്തിയ, മനുഷ്യനാകാൻ വേണ്ടി ദീർഘമായ കാലം യുദ്ധം നടത്തിയവരാണ് നമ്മൾ. ആ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ മുൻ തലമുറ അനുഭവിച്ച അനുഭവം നമ്മുടെ അനുഭവം ആകുന്നത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വായന, പഠനം, ഗൗരവമായ ജാഗ്രതയോടുകൂടിയിട്ടുള്ള നിരീക്ഷണം എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ തുടർച്ചയാണ്. അത് എഴുത്തുകാർക്ക് ആ അർത്ഥത്തിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എഴുത്തുകാർ പറയുന്നതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു തോന്നുന്നതിലൊന്നുമില്ല. ലോകത്തിൻ്റെ ചരിത്രം നോക്കിയാൽ അറിയാം, എഴുത്തുകാർ ആദ്യം മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സോദരത്വേന എന്ന വാക്ക് 1888 ശ്രീനാരായണ ഗുരു ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അന്ന് സമൂഹത്തിൽ സഹോദരരെന്ന് പറയുന്ന വാക്കിന് അർത്ഥമില്ല, അങ്ങനെ ഒരു ഭാവമില്ല. അത് ആ പോരാട്ടം അന്ന് ആരംഭിക്കുകയാണ്. അങ്ങനെ പോരാട്ടം ആരംഭിക്കാനുള്ളത്, പുതിയത് ആരംഭിക്കാനുള്ളത് എല്ലാം എഴുത്തുകാർക്ക് തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് മോബിൻ ചോദിച്ചു, പിന്നെ അഖിൽ പറഞ്ഞത്, അഖിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ മോബിൻ പറഞ്ഞത് എനിക്ക് കൂടി അനുഭവമുണ്ട്. തിരുവനന്തപുരത്താണ് ഞാൻ താമസിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു കടയിൽ ഈ എല്ലാ പബ്ലിഷേഴ്സിൻ്റെയും പുസ്തകം വയ്ക്കുന്ന ഒരു കടയിൽ മുമ്പിൽ വച്ചിരിക്കുന്ന റാം കെയർ ഓഫ് ആനന്ദിയും രാത്രി 12 മണി അഖിലിൻ്റെ 2 പുസ്തകവും, ആ 2 പുസ്തകത്തിൻ്റെ മധ്യത്താണ് അധ്യാത്മക രാമായണം വെച്ചിരിക്കുന്നത്. ഈ പിന്നെ കർക്കിടക മാസത്തിൽ രാമായണ മാസം എന്ന് നമ്മൾ ഈ വെറുതെ പറഞ്ഞ് അതിന് ആവശ്യമില്ലാത്തൊരു അർത്ഥമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് കർക്കിടക മാസം എന്ന് പറയുന്ന കർക്കിടക മാസത്തിൽ. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ ഇതെന്തോ ഇതിന് അഖിൽ എഴുത്തച്ഛൻ വീണ്ടും അഖിൽ ഇതെന്താ? അപ്പോഴും പുള്ളി പറഞ്ഞത്, സല്ലെ അത് ഈ അഖിലിൻ്റെ പുസ്തകം വാങ്ങാനായിട്ട് രാത്രി ആ കട 10 മണി വരെ തുറന്നു വച്ചിരിക്കും. രാത്രി അഞ്ചലെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു പെൺകുട്ടി വന്ന് ഇവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുക, ആ പുസ്തകം ഉണ്ടോ സാറെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ പുസ്തകം ഞാൻ കൊടുത്തു. അവൾക്ക് വലിയ സന്തോഷം, ജീവിതത്തിൽ എന്തോ വലിയ നേട്ടം ഉണ്ടായ സന്തോഷത്തോടെ പോയി. പക്ഷേ അതിൻ്റെ അടുത്ത് ഈ അധ്യാത്മ രാമായണം വെച്ചപ്പോൾ, ചേട്ടാ ഇതിൻ്റെ ഒരു അമ്മമ്മയ്ക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞു. കാരണം എഴുത്തച്ഛൻ യഥാർത്ഥത്തിൽ അഖിലിനെ വിളിച്ചൊരു നന്ദി പറയേണ്ടതാണ്. ഈ പുള്ളിക്ക് ഒരുപാട് പുസ്തകം, ഈ വായന എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും പോലെ ഈ എല്ലാം കുറ്റപ്പെടുത്താനുള്ളൊരു ടെൻഡൻസിയോടുകൂടി ഇതിനെ കാണേണ്ട കാര്യമില്ല. വായനയിലേക്ക് വരുന്നത് ഇവരൊക്കെ പുതിയ വായനക്കാരെ സൃഷ്ടിച്ചാണ്. അഖിലിനെ വിമർശിക്കുമ്പോൾ അഖിൽ നിലവിലുള്ള ഇവിടുത്തെ ഒരു എഴുത്തുകാരൻ്റെയും വായനക്കാരനെ കവർന്നെടുത്തുകൊണ്ടല്ല ആ പുസ്തകം ലക്ഷക്കണക്കിന് കോപ്പി വിറ്റത്. പുതിയ വായനാ സമൂഹം ഉണ്ടാക്കി. അത് ഇറങ്ങി നടന്ന്, ബഷീർ പണ്ട് ഇറങ്ങി നടന്നിട്ടുണ്ട്, അങ്ങനെ പലരും നടന്നിട്ടുണ്ട്. അതുപോലെ ഇറങ്ങി നടന്നും ആളുകളെ കണ്ടും കൂട്ടി, അതുവരെ വായന അങ്ങനെ സജീവമായി കാണാത്ത കുറേ മനുഷ്യരെ കൂട്ടി അത് 5, 6, 7 ലക്ഷം അടുപ്പിച്ച് ആളുകളായി. ആ 7 ലക്ഷത്തിൽ 6 ലക്ഷവും പുതിയ ആളുകളാണ്. പുതിയ ആളുകൾ ഉണ്ടാക്കുമ്പോൾ ഈ വായന എന്ന് പറയുന്ന ഒരു ശീലത്തെ നിർമ്മിക്കുമ്പോൾ ആ നിർമ്മാണം കഴിഞ്ഞോ അവർ അടുത്തതിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയും തള്ളിക്കളയാൻ പാടില്ല. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, അനുഭവം എന്ന് പറയുന്നത്, പുതിയ ആളുകൾക്ക് അനുഭവം ഇല്ല എന്ന് പറയുന്നത്, അനുഭവം എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ്. ഇപ്പം ലോകത്തുള്ള ഈ അടുത്ത കാലത്ത് ലോകത്തുള്ള ഏറ്റവും മെച്ചപ്പെട്ട 100 കവിതകൾ ലൈഫ് മാഗസിൻ കണ്ടെത്തിയപ്പോൾ അതിൽ പകുതിയിലേറെ പാലസ്തീനിൽ നിന്നുള്ള കവിതകളാണ്. ഒരു ചെറിയ പൊട്ട് പോലെ, ഭൂപടത്തിലൊരു പൊട്ട് പോലെ കിടക്കുന്നൊരിടമാണ് ഒരു ചെറിയ. പക്ഷേ അവിടുത്തെ മനുഷ്യരനുഭവിച്ച അനുഭവങ്ങളെ കവിതയോ അല്ലെങ്കിൽ സാഹിത്യവും ആക്കി മാറ്റിയപ്പോൾ അത് ലോകമെമ്പാടും ഞെട്ടലോടുകൂടി ആസ്വദിക്കുന്ന ഒന്നായിട്ട് മാറി. ആ ഒരു കവിതയ്ക്ക് അല്ലെങ്കിൽ സാഹിത്യത്തിനോ അങ്ങനെയുള്ളൊരർത്ഥമുണ്ട്. ആ അനുഭവം എന്ന് പറയുന്നതുമായി താരതമ്യം ചെയ്താൽ
ആഹാരത്തിന് വേണ്ടി 10-12 മണിക്കൂർ ക്യൂവിൽ വെയിലത്ത് നിൽക്കുന്ന കുട്ടി അനുഭവിക്കുന്ന, കുട്ടിയുടെ രക്ഷിതാവ് അനുഭവിക്കുന്ന അനുഭവമായി താരതമ്യം ചെയ്താണോ നമ്മൾ ഈ അനുഭവം നമുക്കില്ല എന്ന് പറയുന്നത്? പക്ഷേ നമ്മുടെ കാലത്തെ മനുഷ്യർ ആന്തരികമായി നേടുന്ന അനുഭവങ്ങൾ, അനുഭവിക്കുന്ന അലച്ചിലുകൾ, ആന്തരിക അലച്ചിലുകൾ മുൻകാലത്തെ അപേക്ഷിച്ചും എല്ലാ കാലത്തെ അപേക്ഷിച്ചും എല്ലാ മനുഷ്യർക്കും ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് അനുഭവം ഇല്ല എന്ന് ഒരു കാലത്തും പറയാൻ പറ്റില്ല. ബസ്സില്ലാതിരുന്ന കാലത്ത് നടന്നേ പോകാൻ പറ്റൂ. അതുകൊണ്ട് അനുഭവം എന്ന് പറയുന്നത് അത് അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതല്ല. മുമ്പുണ്ടായിരുന്നവർക്ക് അനുഭവം കൂടുതലും നമുക്ക് അനുഭവം കുറവൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ആത്മസംഘർഷത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തോട് അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആത്മസംഘർഷത്തിൻ്റെ ഉൽപ്പന്നമാണല്ലോ നമ്മുടെ എഴുത്തെന്ന് പറയുന്നത്. അത്തരം ആത്മസംഘർഷം ഉണ്ടാകാനുള്ള ഒരു ജീവിത സാഹചര്യം പുതുകാലത്തുണ്ടോ? അതാണോ പുതിയ എഴുത്തിനെ നിർമ്മിക്കുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ ആത്മസംഘർഷം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആത്മസംഘർഷം അനുഭവിക്കപ്പെടാവുന്ന സാഹചര്യങ്ങൾ മുഴുവനുള്ള ഒരു കാലഘട്ടം കൂടിയാണത്. കാരണം ഈ പറയുന്ന പോലെ നമുക്ക് എന്താണ് നമ്മുടെ ചിന്ത, എന്തിലാണ് നമ്മൾ എന്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, എന്തിലാണ് നമ്മുടെ ദിവസം തള്ളി നീക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മളല്ല ആക്ച്വലി ഇപ്പോൾ നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഭൂരിഭാഗം കാര്യങ്ങളും നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണാണ്. ഏറ്റവും പുതിയ കുട്ടികൾ ഈ ഡിപ്രഷനെ പറ്റിയും മെൻ്റൽ ഹെൽത്തിനെ പറ്റിയും ആൻസൈറ്റിയെ പറ്റിയൊക്കെ നമ്മൾ ഈ ഒരു കാലത്ത് ഇത്രയധികം സംസാരിക്കുന്നത് അങ്ങനെയൊരു സാഹചര്യം ഇവിടെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ മെൻ്റൽ ഹെൽത്തിലൊക്കെ ഇത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ട് ക്ലാസ് റൂമുകളിൽ ചൈൽഡ്ഹുഡ് ട്രോമയെ പറ്റി, നമ്മുടെ ട്രിഗറിങ് പോയിൻറ്റ്സിനെ പറ്റി, പാരൻറ്റിങ്ങിനെയൊക്കെ പറ്റി നമ്മൾ വളരെ കോൺഷ്യസ് ആവുന്നത് അത്രയും സങ്കീർണതകൾ നമ്മളെ വരിഞ്ഞു മുറുകുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതൊരു പക്ഷേ ഈ കഴിഞ്ഞ കാലത്തെ നമ്മുടെ സാമൂഹിക പരിസരം വെച്ചുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്കിതിനെ വിലയിരുത്താൻ പറ്റില്ലായിരിക്കാം. പക്ഷെ തീർച്ചയായിട്ടും ഇന്ന് അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങൾ, ഇന്നത്തെ കുട്ടികൾ അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങൾ, അവർ വലിയ കുറ്റവാളികളാവുന്നത് എന്തുകൊണ്ടാണ്? ഒപ്പമുള്ളവരെ പോലും പരിഗണിക്കാൻ സാധിക്കാത്ത വിധത്തിൽ മാനുഷിക മൂല്യങ്ങളില്ലാതെ ആവുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇന്നത്തെ ഏറ്റവും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഡിപ്രഷൻ എന്നുള്ള വേർഡ് അവർ സുപരിചിതമാണ്. ആൻസൈറ്റിയുടെ മരുന്നുകളുടെ പേരുകൾ അവർക്ക് സുപരിചിതമാണ്. അത് എന്തുകൊണ്ടാണ്? അതൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ ആത്മസംഘർഷം നമുക്ക് ആവശ്യത്തിന് അനുഭവങ്ങളുണ്ടോ, അനുഭവങ്ങളുടെ ആഴെന്താണ്, നമ്മൾ ആത്മസംഘർഷം അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും സംശയമില്ലാത്ത കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ നേരത്തെ സൽനേട്ടൻ പറയുന്നൊരു കാര്യത്തിനോട് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളതായിട്ട്, നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ എന്തിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത്, എന്തിലാണ് നമ്മൾ ആലോചനകൾ നിർത്തേണ്ടത് എന്നുള്ളതെല്ലാം ആക്ച്വലി നമ്മളല്ല അധികവും ഇന്ന് കൺട്രോൾ ചെയ്യുന്നത്. ഇതിൻ്റെ കൺട്രോള് വേറൊരു തരത്തിലാണ് പോകുന്നത്. മാത്രമല്ല, ഇങ്ങനെ നമ്മൾ ഏറ്റവും ഈ പറയുന്നത് പോലെ ഏറ്റവും പുതിയ വാക്കുകളെ പറ്റി, സിറ്റുവേഷൻഷിപ്പിനെ പറ്റി, റിലേഷൻഷിപ്പിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അപ്പുറത്ത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു പാരലൽ ലോകമുണ്ട്. അവിടെ മനുഷ്യർ ഭക്ഷണം ഇല്ലാതെ മരിക്കുന്നുണ്ട്, യുദ്ധം മനുഷ്യരെ കൊല്ലുന്നുണ്ട്, ജീവിക്കാനുള്ള അവരുടെ അവകാശം നഷ്ടപ്പെടുത്തുന്നുണ്ട്, മാധ്യമപ്രവർത്തകരെ പട്ടിണിക്കിട്ട് കൊല്ലുന്നുണ്ട്. നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ അതിരാവിലെ യോഗ ക്ലാസ് എന്നും പറഞ്ഞ് രാവിലെ അമ്പലത്തിലോട്ട് ക്ഷണിച്ചു കൊണ്ടുപോകുന്ന ഒരു സാംസ്കാരിക അവബോധം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പാരലൽ വേൾഡും അപ്പുറത്തുണ്ട്. എന്താണ് നമ്മുടെ രാഷ്ട്രീയം, എങ്ങനെയാണ് നമ്മുടെ ലോകത്തെ, എങ്ങനെയാണ് നമ്മുടെ വീടകങ്ങളെ, നമ്മുടെ ചുറ്റുപാടിനെ, സമൂഹത്തെ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഏത് രീതിയിലാണ് ഇടപെടുന്നത് എന്നുള്ളത് നമ്മൾ വളരെ രാഷ്ട്രീയ അവബോധത്തോടെ ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട, ഇടപെടേണ്ട ഒരു സ്പേസ് കൂടിയാണ്, ഒരു ഇടം കൂടിയാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, പുതിയത് എന്താണെന്ന് നമ്മൾ പറയുമ്പോൾ ഈ പുതിയ കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും, നമ്മളിന്ന് യൂസ് ചെയ്യുന്ന, നമ്മളിന്ന് കടന്നു പോകുന്ന ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തത് ആക്ച്വലി നമ്മളല്ല, നമ്മുടെ മുന്നേ വന്ന തലമുറയാണ്. പലപ്പോഴും ഞങ്ങളൊക്കെ പറയാറുണ്ട്, നമ്മുടെ മുന്നേ വന്ന ജനറേഷൻ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റി, പൊളിറ്റിക്കലി ഇൻക്ലൂസീവ് ആയിരിക്കുന്നതിനെ പറ്റി നമുക്ക് ഇത്രയും കരുത്തോടെ, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഊർജ്ജത്തോടെ, ആർജവത്തോടെ പറയാൻ സാധിക്കുന്നത്. അതിന് മുന്നേ വന്നൊരു തലമുറ അങ്ങനെ പറയാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ടാക്കി തരാൻ വേണ്ടി അവരൊത്തിരി പണിയെടുത്തു എന്നുള്ളതാണ്, ഒത്തിരി കഷ്ടപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ്.
അപ്പോൾ പുതിയതെന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്ന പല കാര്യങ്ങളും ആക്ച്വലി നമ്മൾ മാത്രം ഉണ്ടാക്കിയെടുത്തല്ല, ഭൂരിഭാഗം കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ല എന്നുകൂടി എനിക്ക് ഓർമ്മപ്പെടുത്താനുണ്ട്. ബിനീഷിനെ ഇവിടെ പരിചയപ്പെടുത്തിയത് തന്നെ ജനകീയ നോവലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം പുതുകാലം, പുതിയ അനുഭവങ്ങൾ, പുതിയ എഴുത്ത്. ബിനീഷിൻ്റെ അനുഭവത്തിൽ നിന്ന് എങ്ങനെയാണ് പുതിയ കാലത്തെ അതിൻ്റെ സങ്കീർണതകളെ കാണും? അല്ല, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നമ്മൾ പുതിയ കാലത്ത് അങ്ങ് ഒന്ന് സൃഷ്ടിച്ചെടുക്കുകയല്ല, അതിൻ്റെ ഒരു തുടർച്ചയായി കാലത്തിനനുസരിച്ച് സംവാദം ആവുകയാണ്. എന്നാൽ ചില അനുഭവങ്ങൾ, ഈ സാഹിത്യം എന്ന് പറയുന്നത് മനുഷ്യ അനുഭവങ്ങളാണല്ലോ, ചില അനുഭവങ്ങൾ നമുക്ക് സമാനമായിരിക്കും. ഇപ്പം നിന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ, പുതിയ കാലത്തിൻ്റെ പ്രണയാനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴും ബെസ്റ്റി ആയാലും ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഏതോ കാലത്തെ ഉണ്ട്. പക്ഷേ പുതിയ കാലത്ത് ഒരു പേര് മാറുന്നേന്നുള്ളൂ, വെള്ളം ഒന്നാണ്, പല കുപ്പികളാണെന്നേ ഉള്ളൂ. അതുപോലെ ഈ അനുഭവ ലോകം, മനുഷ്യൻ്റെ അനുഭവ ലോകങ്ങൾക്ക് ചില സമാനതകളൊക്കെ ഉണ്ട് എല്ലാ കാലത്തും. അപ്പോൾ പുതിയ കാലത്തും, അതുകൊണ്ടാണ് പുതിയ കാലത്തും പ്രേമം എഴുതുമ്പോൾ നമുക്ക്, ഇപ്പോൾ ഞാൻ എഴുതിയ 3 നോവലുകളിൽ 2 പ്രണയമാണ്. അപ്പോൾ ഇത് പ്രണയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജൈവികതയാണ്. പ്രണയവും കാമവും എല്ലാ കാലത്തും ഇത് മനുഷ്യൻ എന്ന് പിറന്നു അന്ന് മുതൽ ഇതുണ്ട്. സാഹിത്യം രൂപപ്പെട്ടപ്പോൾ അന്ന് മുതലുണ്ട് ഈ സാഹിത്യത്തിൽ. ഏതോ നൂറ്റാണ്ട് മുതൽ ആളുകൾ പ്രണയം എഴുതി ഇപ്പോഴും എഴുതുന്നു, ഞങ്ങൾ എഴുതുന്നു. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് അത് വായിക്കപ്പെടുന്നത്? അപ്പോൾ നമ്മൾ എത്ര പുതിയത് എന്ന് പറയുമ്പോഴും, പുതിയ കാലത്ത് സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോഴും, വൈകാരികമായ മനുഷ്യൻ്റെ അനുഭവങ്ങൾക്ക് നൂറ്റാണ്ട് മുമ്പുള്ള അനുഭവങ്ങളുമായിട്ടുള്ള ചില സമാനതകളുണ്ട്. ആ സമാനതകളാണ് എൻ്റെ എഴുത്ത് വരുന്ന സമയത്ത് പുതിയ കാലത്തിരുന്നു കൊണ്ടാണ് എഴുതുന്നത്. പുതിയ കാലത്തിരുന്ന് എഴുതുമ്പോൾ പോലും നമ്മൾ പഴയത് നോക്കും. ഇപ്പോൾ കാളിദാസനെ നോക്കണം. കാളിദാസൻ എന്താണ് പ്രണയത്തിൽ എഴുതിയത്? മേഘസന്ദേശമൊക്കെ എടുത്ത് വായിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, മേഘസന്ദേശത്തിലെ യക്ഷൻ്റെ അനുഭവവും ഇവിടെ ഇരുന്ന് പുതിയ കാലത്തിരുന്ന് പ്രേമിച്ച എൻ്റെ അനുഭവവും തമ്മിൽ ചിലതിൽ സമാനാണല്ലോ. 500 കൊല്ലം മുമ്പുള്ള യക്ഷനാണ്, പക്ഷേ ഇന്നത്തെ ബിനീഷിൻ്റെ അനുഭവം തമ്മിൽ ചില കാര്യങ്ങളിൽ സമാനത ഉണ്ട്. അതിന് ശേഷമുള്ള കൃതികൾ നമ്മൾ മലയാളത്തിൽ ആളുകൾ നോക്കണം, പത്മരാജനും എം.ടിയും ബഷീറും ഒക്കെ എഴുതിയത് നമ്മൾ വായിക്കേണ്ടി വരും. പുതിയ കാലത്ത് എഴുതുന്നത്, അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തം അതേ രീതിയിൽ പ്രണയം എഴുതുമ്പോൾ പുതിയ കാലത്ത് അത് അതേപടി അടയാളപ്പെടണം എന്നില്ല. സ്വാഭാവികമായിട്ട് അതിനുള്ള പുതിയ കാലത്ത് എന്തൊക്കെ നമ്മൾ സാങ്കേതികമായ മനുഷ്യർക്കിടയിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെ സംഭവിച്ചു അതിനെ ചേർക്കേണ്ടി വരും. ഇമെയിൽ അടങ്ങുന്ന, ഫോൺ അടങ്ങുന്ന, മറ്റ് സാങ്കേതികമായ വശങ്ങളടക്കം അതിനോടൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളതിനെ എഴുതേണ്ടി വരും. ഭാഷാപരമായ മാറ്റം മറ്റൊന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ജിഷ എനിക്ക് തോന്നുന്നു ഭാഷയെക്കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ ഭാഷ കൈകാര്യം ചെയ്യുന്ന ഏതൊരു മനുഷ്യരും, നമുക്ക് എല്ലാവർക്കും തന്നെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ, ഭാഷ കൈകാര്യം ചെയ്യുന്നവർക്ക് അതിൻ്റെ ഘടന എങ്ങനെയും മാറ്റിക്കൊണ്ടുപോകാം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിമ്നക്കും അഖിലും എനിക്കും ഇവർക്കൊക്കെ വേണമെങ്കിൽ ആളുകൾക്ക് മനസ്സിലാകാത്ത വിധത്തിൽ ഇത് ഭയങ്കര ബുദ്ധിജീവിതമാണെന്ന് തോന്നിക്കുന്നതാണ്. ഞാൻ അങ്ങനെയുള്ള നോവൽ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ബൗദ്ധികമായ നോവലുകൾ മലയാളത്തിലുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള തോന്നിക്കുന്ന തരത്തിൽ ഭാഷാപരമായും ഘടനാപരമായും അതിനെ കൊണ്ടുപോയി നോവൽ എഴുതാൻ അറിയാം, വിചാരിച്ചാൽ നടക്കും. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അതല്ല, അങ്ങനെ കൊടുക്കുന്നതല്ല. പകരം നമുക്ക് ലളിതമായ, എന്നാൽ കേവലമായ പറച്ചിലല്ല, ലളിതമായ ഭാഷ ആളുകൾ വായിച്ച ഇത് മനസ്സിലാക്കണം. മറിച്ച് വായിച്ചു നോക്കിയിട്ട് അമ്പോ ഇതെന്തൊക്കെയോ സംഭവമാണല്ലോ എന്ന് വെറുതെ ചിന്തിക്കുന്നതിനപ്പുറത്ത് വൈകാരികമായ എന്തെങ്കിലും ഒരു സ്പർശം അതിലുണ്ടാകണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, എഴുതുമ്പോൾ ആലോചിക്കും. സ്വാഭാവികമായിട്ട് അത്തരം പുതിയ കാലത്ത് എല്ലാ സാങ്കേതിക വിദ്യയും ചേർത്ത്, അല്ലെങ്കിൽ AI വരെ ചേർത്തുകൊണ്ട് നമ്മൾ എഴുതുമ്പോഴും വൈകാരികമായ അനുഭവ തലത്തെ കൂടി നമ്മൾ അതിനോട് ചേർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആ വൈകാരികത തൊടുന്നത് കൊണ്ടാണ് ഈ പുസ്തകങ്ങൾ ഇങ്ങനെ ആളുകൾ, അത് എത്ര കുറ്റം പറഞ്ഞാലും ശരി, കുറ്റം എല്ലാ കാലത്തും ഉണ്ടാവും എല്ലാവർക്കും. ഇപ്പോൾ മാധവിക്കുട്ടിയും ബഷീറിൻ്റെ ഒക്കെ കൃതികൾ നിരോധിച്ചില്ല. ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായി എനിക്ക് ഏറ്റവും കൂടുതൽ തെറികേട്ടത് ഞാൻ അശ്ലീലം എഴുതി വെച്ചു എന്നുള്ളതാണ്. പക്ഷേ ഞാൻ അതിനു വേണ്ടി റെഫർ ചെയ്തത് ഒരുപാട് കൃതികളുണ്ട്. നമ്മൾ ചെറിയൊരു കൃതി എഴുതും പോലും അതിനു വേണ്ടി നടത്തുന്ന ഒരു റെഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എഴുതുന്നതല്ല വായിക്കപ്പെടുന്നത്. ഇപ്പം ഞാനതിൽ എഴുതുന്ന സമയത്ത് കണ്ടത് ഋതുക്കൾ. അപ്പം ഋതുക്കൾ എങ്ങനെയാണ് പ്രണയത്തെ പ്രതിനിധീകരിക്കുന്നത്, ഋതുക്കൾ എങ്ങനെയാണ് പ്രണയിക്കുമ്പോൾ ഓരോ ഋതുവും ഇവരെ എങ്ങനെയാണ് മനസ്സിനെ മാറ്റുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള തലങ്ങളൊക്കെയാണ്. ഇപ്പം ശബരിമല പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, അല്ലാതെ ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് രാഷ്ട്രീയം ഇതൊക്കെ. പക്ഷെ അത് വായിക്കപ്പെട്ട സമയത്ത് ഇത് മറ്റൊരു രീതിയിലാണ് ഭൂരിപക്ഷ ആളുകളും വായിക്കപ്പെട്ടത്. മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു അവിഹിത സാഹിത്യകാരനായി പിന്നീട് ഞാൻ മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എഴുതുന്നത് പോലെ, എഴുതുന്ന രീതി പോലെ തന്നെ വായിക്കപ്പെടണമെന്നൊന്നുമില്ല. വായന പലതാണ്. അത് നേരത്തെ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒരാളുടെ അനുഭവ തലമല്ല. ഇപ്പോൾ ഹെമിംഗ്വേയുടെ അനുഭവം അല്ലല്ലോ ഞങ്ങളുടെ അനുഭവം. ഇവിടെയുള്ള ഓരോരുത്തർക്കും
ഓരോരുത്തർക്കും അവരവരുടേതായ ജീവിത പരിസരവുമായി ബന്ധപ്പെട്ട ചെറിയ അനുഭവ തലങ്ങളും സ്പർശങ്ങളും ഉണ്ടാവും. അത്തരം ജീവിതാനുഭവങ്ങളെയും സ്പർശങ്ങളെയും അത്തരം സാമൂഹികമായ ഘടകങ്ങളെയും ചേർത്തുകൊണ്ടാണ് എഴുത്തുകാർ എഴുതുന്നത്. ഇപ്പം ഞങ്ങളും എഴുതുന്നത് അങ്ങനെ തന്നെയാണ്. എനിക്ക് പക്ഷെ പുതിയ കാലവുമായും അത് സംവദിച്ചു പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഈ പുതിയ എഴുത്തിനെ വിപണി പുതുകാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ വിപണി. ആ വിപണി സ്വാധീനിക്കുന്നത് പരിപൂർണമായും അങ്ങനെയാണോ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. സാഹിത്യം കുറച്ചുകൂടി ജനാധിപത്യപരമായി എന്ന് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടലുകൾ. ഇപ്പം നമ്മൾ കുറച്ച് കാലം മുന്നേ ഒരു കൃതി എഴുതിയിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു 20 വർഷം മുന്നേ ആണ് അഖിൽ ഓജോ ബോർഡ് എഴുതുന്നതെങ്കിൽ അത് ചിലപ്പോൾ ചരിത്രത്തിൽ ഇടം പിടിക്കൂല, സാഹിത്യത്തിൽ ഇടം പിടിക്കാതെ ചിലപ്പോൾ ഇല്ലാതായി പോവുമായിരുന്നു. പക്ഷെ സാമൂഹ്യ മാധ്യമം വന്നതോടുകൂടി, കാരണം അതിന് തൊട്ട് മുന്നേയുള്ള ഒരു കാലത്താണ് നമ്മളൊരു പുസ്തകം ഇറക്കുന്നതെങ്കിൽ നമ്മളൊരു പ്രസാധകനെ കണ്ടുപിടിക്കണം, അവരുടെ പുറകെ നടക്കണം, അവരുടെ തിരുത്തലുകൾക്ക് വിധേയമാവണം. ഒരു പക്ഷേ എല്ലാ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവാം. പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി ജനാധിപത്യപരമായി എന്നാണ് തോന്നുന്നത്. കാരണം സാമൂഹ്യ മാധ്യമത്തിൽ ഇപ്പോൾ ഞാൻ എഴുതുന്നത് മറ്റൊരാൾ വായിക്കണമെന്ന് തോന്നിയാൽ ഇപ്പോൾ ഈ നിമിഷം നമുക്ക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തായി ഉടനെ അത് മറ്റൊരാളുടെ വായനയിലേക്ക് എത്തി. അത് സ്വീകരിക്കുന്നവർ സ്വീകരിക്കും, തിരസ്കരിക്കുന്നവർ തിരസ്കരിക്കും. സാമൂഹ്യ മാധ്യമങ്ങൾക്ക് അതിൻ്റേതായ ഗുണദോഷങ്ങളുണ്ട്, അതെല്ലാത്തിനും ഉണ്ട്. ഇപ്പോൾ സ്വാഭാവികമായും എനിക്ക് തോന്നിയിട്ടുള്ളത് സാമൂഹ്യ മാധ്യമങ്ങൾ ഇപ്പോൾ ഇവിടെ സലിൻചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പരിമിതികളുണ്ട്. നമ്മളുടെ സാംസ്കാരിക ജീവിതത്തെയും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെയൊക്കെ സ്വാധീനിക്കുന്ന തരത്തിൽ കോർപ്പറേറ്റുകളുടെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. പക്ഷെ സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അഖിലും നിമ്നയൊക്കെ എഴുതിയത് ഇത്ര ജനകീയമാവുന്നതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളാണ് എന്നറിയാം. നമ്മളെ രാജശ്രീ ടീച്ചർ എഴുതിയിട്ടുള്ളത്, കല്യാണി ദാശാണി എഴുതിയിട്ടുള്ളത് ഫേസ്ബുക്കിലാണ്. അതെത്ര സ്വീകാര്യത കിട്ടിയിട്ടുള്ള നോവലാണ് നമുക്കറിയാം. അതേറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തതാണ്. വളരെ കാമ്പുള്ള നോവൽ കൂടിയാണ്. അപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടലുകൾ നമുക്ക് നേരിട്ടൊരു എഴുത്തുകാരനും വായനക്കാരനും തമ്മിലുള്ള എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ദന്തഗോപുരങ്ങളിലായിരുന്ന അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് സ്ഥാപിക്കപ്പെട്ടിരുന്ന കുറേ മനുഷ്യർ അങ്ങനെയല്ല, നമ്മുടെ കൂടെ ഉള്ളവർ തന്നെയാണ്, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഇവരെ ആദ്യം വായിച്ചത് ഫേസ്ബുക്കിൽ തന്നെയാണ്. ഫേസ്ബുക്കിൽ വായിച്ചതിന് ശേഷമാണ് പുസ്തകങ്ങളിലൂടെ വായിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞ ഒരു കാര്യം, ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യം, നമ്മൾ പറയുന്ന പുസ്തകങ്ങൾക്ക് നമ്മൾ അധ്യാപകർക്ക് പലപ്പോഴും ഒരു തലമുറയുടെ ഒരു പ്രശ്നമുണ്ട്, സ്വാധീനിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സ്വാഭാവികമായും നമ്മൾ കുട്ടികൾക്ക് റെഫർ ചെയ്ത് കൊടുക്കുന്ന കുറച്ച് പുസ്തകങ്ങളുണ്ടാവും, അതവർ വായിക്കൂല. അപ്പം നമ്മൾ വിലയിരുത്തും പുതിയ തലമുറ വായനയെ ഇഷ്ടപ്പെടുന്നില്ല, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്നാൽ അങ്ങനെയല്ല. അവർക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ അവർ ജീവിക്കുന്ന ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന, അവരുടെ കാലത്തെ അടയാളപ്പെടുത്തുന്ന, നിന്നെ ഇപ്പോൾ പറഞ്ഞ ഒരു കഥയുണ്ടല്ലോ, അത് എനിക്ക് വളരെ പെട്ടെന്ന് കിട്ടും. കാരണം ഞാനതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും കുട്ടികൾ ഉപയോഗിക്കുന്ന ഭാഷ ഇങ്ങനെയാണ്, പരാതി പറയുന്നത് പോലും അങ്ങനെയാണ്. പണ്ട് നമ്മളെ ക്ലാസ് മുറികളിൽ ഇയാളെ പിച്ചി നുള്ളി എന്നൊക്കെയാണ് പരാതി പറയുന്നതെങ്കിൽ ഇങ്ങനെ ഈ ബ്രെഡ് ക്രംപിങ്, മറ്റേ എന്താണ് സൂംപിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേർഡുകൾ, പുതിയ പുതിയ പദങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. അത് പദസമ്പത്ത് വർദ്ധിക്കുന്നതിനെയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടലുകൾ സ്വാഭാവികമായും വിപണിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോർപ്പറേറ്റ് വൽക്കരണമാണോ എന്ന് ചോദിച്ചാൽ അതിനെ എങ്ങനെ വിലയിരുത്തണം എന്നുള്ള കൃത്യമായൊരു അടയാളപ്പെടുത്തൽ ഞാൻ പറയുന്നില്ല. പക്ഷെ അത് സ്വാഭാവികമായും ഒരു എഴുത്തുകാരൻ്റെ വളർച്ചയെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ മുഴുവൻ ഈ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഇടുന്ന മുഴുവൻ റീലുകളുണ്ടല്ലോ, ഇത് നമ്മുടെ പുസ്തകങ്ങൾ പിടിച്ചിട്ടുള്ള റീലുകൾ മുഴുവൻ അത് വായിച്ചിട്ടിടുന്നതാണോ എന്നുള്ള സംശയങ്ങളും ഇല്ലാതില്ല. കാരണം നമ്മളെ തരകൻസ് ഗ്രന്ഥവലി ഇറങ്ങിയ സമയത്ത് പിന്നെ അതിൻ്റെ ഫസ്റ്റ് കോപ്പി കിട്ടി. അതിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ വീട്ടിൽ കുറച്ച് കുട്ടികളുണ്ട്.
അപ്പോൾ അവർ ആദ്യം ചെയ്തത്, അവരത് തുറന്നു നോക്കിയിട്ടില്ല, സംഭവം തുറന്നു നോക്കിയിട്ടില്ല, പക്ഷെ അത് ഒരു ഗെറ്റപ്പ് ഉണ്ടല്ലോ കാണാൻ വേണ്ടി. അപ്പോൾ അതിങ്ങനെ പിടിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ഇൻസ്റ്റഗ്രാമിലിടുന്നു, അപ്പോൾ അതിന് കുറേ ലൈക്ക് കിട്ടുന്നു. അങ്ങനെയുള്ള ഒരു എന്താണ് മിഥ്യ, നമ്മൾ സാധാരണ ഒരു എന്താണ് സാമൂഹ്യ മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്ത ഒരു വെർച്വൽ വേൾഡ് ഉണ്ടല്ലോ, അതും ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. പക്ഷേ സംശയമില്ലാതെ പറയാം, സാഹിത്യം കുറച്ചുകൂടി ജനാധിപത്യപരമാണ്. അത് വിപണിയിൽ വിറ്റഴിക്കപ്പെടട്ടെ. സാഹിത്യം എന്താണ് ദന്തഗോപുരങ്ങളിൽ നിന്നിറങ്ങി സമൂഹ മധ്യത്തിലൂടെ സഞ്ചരിച്ച് ഇന്നത്തെ തലമുറയെക്കുറിച്ച് സംസാരിക്കട്ടെ. അത് നാളേക്കുള്ള ഊർജം, ഇപ്പോൾ ഇവിടെ പുണ്യ പറഞ്ഞതുപോലെ ഇന്ന് ഇവിടെ ഇരുന്ന് സവിസ്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നത് നമുക്ക് മുന്നേ പോയ ഒരു തലമുറ, വായിക്കാൻ അവകാശമില്ലാതിരുന്ന, എഴുതാൻ അവകാശമില്ലാതിരുന്ന, മണ്ണിലും ചേറിലും എന്താണ് ജീവിതം മുഴുവൻ, ജനനം മുതൽ മരണം വരെ ജീവിതം ഹോമിക്കേണ്ടി വന്ന ഒരു തലമുറയുടെ ദാനമാണ്. അപ്പോൾ സാഹിത്യകാരന്മാർ എന്നുള്ള നിലയിൽ, എഴുത്തുകാരന്മാർ അല്ലെ എഴുത്താൾ എന്നുള്ള രീതിയിൽ ഈ പറയുന്ന വിപണി നമ്മളെ സഹായിക്കും എന്നാണ് തോന്നിയിട്ടുള്ളത്. ഇനി അടുത്തത് കൃത്യം 11:30 അടുത്ത സെഷൻ ആരംഭിക്കേണ്ടതാണ്. ഒരു ചെറിയ ഇൻട്രാക്ഷൻ സെഷനാണ്. അതായത് ചോദ്യങ്ങൾ ഇനി നിങ്ങൾക്ക് ചോദിക്കാം വളരെ പെട്ടെന്ന്. അതിൻ്റെ ഇടയിലൊന്ന് ഇടപെട്ടോട്ടെ. നമ്മൾ വിട്ടുപോയത് ട്രാൻസ്ജെൻഡർ സാഹിത്യം. അത് കുറച്ചുകൂടി പുതിയ കാലത്ത് കുറച്ചുകൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ഇനി എന്താണ് സദസ്സിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മുടെ വിജയരാജമല്ലികയെ പോലെ, ആദിയെപ്പോലെ ഒരു പിൻബലവുമില്ലാതെ എഴുത്തിലേക്ക് കടന്നു വരുന്ന മനുഷ്യരുടെ ഒരു കാലഘട്ടം കൂടിയാണ്. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട, നാളെയുടെ ഒരു സാഹിത്യമായിട്ട് ഉയർന്നു വരേണ്ടുന്ന ഒരു സാഹിത്യം തന്നെയാണ്. ആദ്യമൊക്കെ ഉയർന്നു വരുന്ന പൊരുതി നേടിയ ഒരു സാഹിത്യം കൂടി ഇതിൻ്റെ കൂടെ, പുതിയതിൻ്റെ കൂടെ ചേർത്ത് വെക്കുക. ചുരുങ്ങിയ വാക്കുകളിൽ മറുപടിയും പറയണം, ചോദ്യങ്ങളും. ചോദ്യം ഇതാണ്, ഈ ഖസാക്കിൻ്റെ ഇതിഹാസം ഏറ്റവും പുതിയ പശ്ചാത്തലത്തിലാണെന്ന് അവതരിപ്പിച്ചതെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊരു മങ്കർവാടി എന്ന് പറയുന്ന ഒരു മറാഠി നോവലിൻ്റെ അഡാപ്ഷനാണെന്നാണ് ഞാൻ അറിഞ്ഞിടത്തോളം എൻ്റെ വായനയുടെ അനുഭവം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് അത്രമാത്രം സത്യം ഉണ്ടെന്ന് അറിഞ്ഞാൽ കൊള്ളാം. നമുക്ക് സലിം മാങ്കുഴിയാണ് അത് ഖസാക്കിൻ്റെ ഇതിഹാസത്തിനെ കുറിച്ച് മെൻഷൻ ചെയ്തത്. അദ്ദേഹം ചോദിച്ചത് ഖസാക്കിൻ്റെ ഇതിഹാസം മറാഠി നോവലിൻ്റെ അഡാപ്റ്റേഷൻ ആണെന്ന അർത്ഥത്തിലല്ലേ പറഞ്ഞത്? അല്ല, അങ്ങനെ ഒരു അറിവ് എനിക്ക് ഇല്ല എന്ന് മാത്രമല്ല, ഖസാക്കിൻ്റെ ഇതിഹാസം അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം കൃത്യമാണല്ലോ. അങ്ങനെ മങ്കർവാടി എന്ന് പറഞ്ഞ നോവലാണത്. മങ്കർവാടി നോവലിസ്റ്റിൻ്റെ പേര് ഞാൻ മറന്നു. മങ്കർവാടി എന്ന് പറയുന്ന നോവലിൻ്റെ അഡോപ്ഷനാണ് ഈ നോവലെന്നാണ് ഞാൻ വായിച്ച ഒരു അറിവിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ അറിവ് എനിക്കെന്നല്ല, എൻ്റെ അറിവിലുള്ള ആർക്കും അത്തരം ഒരു അറിവില്ല. അത് മലയാളത്തിലുണ്ട്. അതിനെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ തന്നെ അതിൻ്റെ ചില സാമ്യങ്ങളെ സംബന്ധിച്ച് ചില വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ മലയാളത്തിലുണ്ടായിട്ടുള്ള മൗലിക കൃതി എന്നുള്ള നിലയിലാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. അത് ഉദ്ഘാടനം ചെയ്തൊരു പുതിയ സംവേദനം, ഭാഷ, സമീപനം തുടങ്ങി എല്ലാ തരത്തിലും ആ കാലഘട്ടത്തിൽ 56 വർഷത്തിന് മുമ്പ് എഴുതിയ 1968 എൻ്റെ 68-69 കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ചു വന്ന ആ കൃതി, അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അങ്ങനെ അല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. മറിച്ച് അത് നമ്മുടെ എല്ലാ കാലത്തെയും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പുതിയ കൃതിയാണ്. ആ കൃതിയെ ഇപ്പോൾ EP രാജഗോപാൽ മാഷ് ആ പുസ്തകത്തിനെ കുറിച്ച് നടത്തിയിട്ടുള്ള പഠനം, അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ച എന്ന് പറയുന്ന പഠനത്തിലെ ഒരു ലേഖനത്തിൻ്റെ ആരംഭം പോലും അതിനെക്കുറിച്ച് നിരവധിയായ പഠനങ്ങൾ വന്നിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ ആദ്യ വാചകം എടുത്തിട്ടാണ് അതിനൊരു പഠനം വച്ചിരിക്കുന്നത്. കൂമൻകാവിൽ ബസ് ഇറങ്ങിയപ്പോൾ രവിക്ക് ആ സ്ഥലം അപരിചിതമായി തോന്നിയില്ല എന്ന് പറയുന്ന ആ ഒറ്റ വാചകത്തിലൊരു നോവലിൻ്റെ ആത്മാവും അന്തസത്തയും ഉള്ളടക്കം ചെയ്തിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ
ആ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുമ്പോഴാണ് ഒരു എഴുത്തുകാരൻ അയാളുടെ ആദ്യത്തെ വാചകം തന്നെ എഴുതുന്നത് എത്രമാത്രം ആലോചന ഉണ്ടായിട്ടുള്ളത്. ഖസാക്കിൻ്റെ സമ്പദ്ഘടന എന്ന് പറഞ്ഞിട്ട് ഒരു പഠനം വന്നിട്ടുണ്ട്. അത് വായിക്കുമ്പോഴാണ് ആ നോവല് ആ സാമ്പത്തിക ഘടന എങ്ങനെയാണ് നോക്കിക്കണ്ടത് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ അർത്ഥത്തിലും കേരളീയ ജീവിതത്തെ അന്ന് വരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വിഭിന്നമായ തരത്തിൽ ഒരു സംവേദനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൃതിയാണ് അത്. നമ്മളിങ്ങനെ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ആ മൂലകൃതിയെ മലയാളത്തിലേക്ക് പരാവർത്തനം ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാൽ എനിക്ക് അതിന് ഉത്തരമില്ല എന്ന് മാത്രമല്ല അത് അംഗീകരിക്കാനും പറ്റില്ല. അത് ഒരു ആർട്ടിക്കിൾ 100 ആർട്ടിക്കിൾ കാണിച്ചു തന്നാലും എനിക്കത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന വിഷയമല്ല. ആർട്ടിക്കിൾ ആരെഴുതിയതാ, ആരെഴുതിയ ആർട്ടിക്കിൾ എവിടെ പബ്ലിഷ് ചെയ്തതെന്നുള്ളതാണ്. അതിലേക്ക് ഞാൻ ഒരു സംവാദത്തിനൊന്നും തയ്യാറല്ല. പക്ഷേ അങ്ങനെ ഒരു ആർട്ടിക്കിൾ നമ്മളിപ്പോൾ എനിക്ക് ഇതിനകത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഒരു ആർട്ടിക്കിൾ എടുത്താൽ. അടുത്ത ചോദ്യം. മലയാള ഭാഷയോടും സംസ്കാരത്തോടുമൊക്കെ കൂറും പ്രതിബദ്ധമില്ലാത്ത ഒരു വർഗമാണ് മലയാളി എന്നാണ് എൻ്റെ നിരീക്ഷണം. മറ്റു ആൾക്കാർക്കൊക്കെ അവരുടെ ഭാഷ സംസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നതാണ്. ഇവിടെ ഇപ്പോൾ തന്നെ പറയുന്ന കേട്ടു ഭാഷാ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ രാമായണത്തെ പറ്റിയിട്ട്. ഭാഷാ പിതാവിനെ പറ്റി നിങ്ങൾക്കൊരു അഭിമാനം ഇല്ലെങ്കിൽ, ഒരു ആദരം ഇല്ലെങ്കിൽ, പിന്നെ നിങ്ങളൊക്കെ സാഹിത്യകാരന്മാരാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഈ വലത്തെ എടുത്തെന്നൊക്കെ പറയുന്നതിന് എന്താണ് ഈ സാഹിത്യകാരൻ എന്ന് പറഞ്ഞ സാഹിത്യകാരൻ, സാംസ്കാരിക നായകർ ഇവരൊക്കെ പറഞ്ഞാൽ സ്വതന്ത്രനായിരിക്കണം. അവർക്കൊരു പാർട്ടി അഫിലിയേഷൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റായ കാര്യം തെറ്റാണെന്ന് പറയാനും ശരിയായ കാര്യം ശരിയാണെന്ന് പറയാനേ അവരുള്ളൂ. ഇത് നിങ്ങളുടെ പാർട്ടി, നിങ്ങളൊരു പാർട്ടിക്കാരനാകുമ്പോൾ നിങ്ങളുടെ പാർട്ടി നേതാവ് എന്ത് പറഞ്ഞാലും അത് ശരിയാണ്, മറ്റുള്ളവർ പറഞ്ഞാൽ എല്ലാം തെറ്റാണ്. ഇപ്പോൾ അടുത്തൊരു ഉദാഹരണം പറയാം. ഹാരിസ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ, മനുഷ്യസ്നേഹിയായ ഒരു ഡോക്ടർ, അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരാളും കൂടി അതിനെ പ്രതികരിച്ചില്ല. കേരളത്തിലെ ഒരു സാഹിത്യകാരനും സാംസ്കാരിക നായകന്മാരും ഈ അനീതിക്ക് വേണ്ടി പ്രതികരിച്ചില്ല. പിന്നെ എന്താണ് അനുഭവത്തിൻ്റെ കാര്യം പറയാം. ഈ ചെറുപ്പക്കാർക്ക് അനുഭവം ഉണ്ടാവും. ഈ MTM മുകുന്ദനം എല്ലാവരും അവരെഴുതിയ ഏറ്റവും നല്ലൊരു ഇവിടെ ആദ്യം എഴുതുക ചെറുപ്പകാലത്ത് എഴുതിയതാണ്, വയസ്സായ കാലത്ത് എഴുതിയല്ല. MTT ആയാലും ബെല്ലറായാലും. അതിൽ ചെറിയ ഒരു അറിയാവുന്ന രീതിയിൽ പറയാം. ഒന്ന്, മലയാളം എന്ന് പറയുന്നൊരു സ്വതന്ത്ര ഭാഷയാണെന്ന് കരുതുന്നില്ല. മലയാളത്തിൽ ഏത് പദം എടുത്തു കഴിഞ്ഞാലും പല ഭാഷകളുടെ കലർപ്പാണ്. പക്ഷേ തമിഴ് പോലെയോ തെലുങ്ക് പോലെയോ മറ്റ് ഭാഷ പോലെയോ എങ്കിലും നമ്മൾ മലയാളികളെന്ന് മലയാളത്തിൻ്റെ ഏത് മലയാളത്തിൽ ആദ്യത്തെ പത്രം എടുത്തു നോക്കിയാലും ഒന്നും വേണ്ട, ഏറ്റവും പുതിയ കാലത്ത് തെങ്ങുമ്മ കയറുന്ന യന്ത്രം എടുത്തു നോക്കിയാലും അത് ആരാണ് നിർമ്മിച്ചത് എന്ന്, മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു ആരാണ് എഴുതിയത്, മലയാളത്തിലെ ആദ്യത്തെ കഥ എവിടെ നിന്നാണ് അച്ചടിച്ചത് എന്ന്, ഇതെല്ലാം പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ മലയാളം എന്താണെന്ന്. ഇപ്പോൾ എഴുത്തച്ഛൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ വന്യസംതപ്ത ലോഹസ്താംബോ ബിന്ദുന സന്നിഭം മർദ്ദജന്മം ക്ഷണഭംഗുരം എന്ന വരിയെടുത്തിട്ട് അതിൽ മലയാളം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാക്ക് പോലും മലയാളം ഇല്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും നമ്മൾ മലയാളിയാണ്. നമ്മുടെ മലയാളത്തിൻ്റെ ഭാഷാപിതാവ് എന്ന് പറയുന്നത് എഴുത്തച്ഛൻ. ആര് പറഞ്ഞു ഭാഷാപിതാവ് എഴുത്തച്ഛനാണ്? അതിൻ്റെയൊക്കെ എനിക്കൊന്ന് വലിയ രാഷ്ട്രീയ പ്രശ്നമാണ്. അതിനു മുമ്പ് ചെറുശ്ശേരിയുണ്ട്. അത് ഈ 11-ാം നൂറ്റാണ്ട് നിരണങ്ങവികളുണ്ട്. അതിന് എത്ര നൂറ്റാണ്ട് മുമ്പുള്ള ആളുകൾ ഇപ്പോൾ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എടുത്ത് വായിക്കുകയും രാമായണമോ മഹാഭാരതം കിളിപ്പാട്ടോ എടുത്ത് വായിക്കുകയും ചെയ്താൽ ഏത് ഭാഷയാണ് ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും മനസ്സിലാവുക? ചെറുശ്ശേരിയുടെ ഭാഷയാണ്. പക്ഷേ ചെറുശ്ശേരി മലയാള ഭാഷയുടെ പിതാവല്ല. അതെന്തുകൊണ്ട് എന്നുള്ളത് വലിയൊരു രാഷ്ട്രീയവും സാംസ്കാരികവുമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിൽ എന്നുള്ളതാണ്. പിന്നെ MT ബഷീർ ഇവരൊക്കെ അവരവരുടെ ചെറുപ്പകാലത്ത് എഴുതിയിട്ടുള്ളവരാണ്, അതിലൊന്നും സംശയമില്ല. നമ്മളൊക്കെ അത് വായിക്കുന്ന ആളുകളുമാണ് എന്ന് കരുതി അത് മാത്രമാണ് സാഹിത്യം, നിങ്ങൾ ആരും എഴുതാൻ പാടില്ലെന്ന് പറയുന്നത്. അത് ഓരോ കാലത്തും അതാത് കാലത്തിൻ്റെതായ അടയാളങ്ങളായ മനുഷ്യർ വരും. അതിൽ ചിലത് നിലനിൽക്കും, ചിലത് അപ്രസക്തമാകും, ചിലത് കാലാതീതമായി നിലനിൽക്കും. ഇതെല്ലാം തീരുമാനിക്കുന്നത് കാലമാണ്. ഇനി എഴുത്തച്ഛൻ തന്നെ എത്ര കാലം നിലനിൽക്കുന്നു തീരുമാനിക്കുന്നതും കാലമാണ്. അവിടെ നമ്മൾ മനുഷ്യർ എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒറ്റ കാര്യം, ഞാൻ ഈ വലതുപക്ഷം എന്ന് പറയുന്നത് ഞാൻ ഇതിനകത്ത് പൊളിറ്റിക്സേ അല്ല പറഞ്ഞത്, വലതുപക്ഷവൽക്കരണം നടക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല. അദ്ദേഹം അതിൻ്റെ സന്ദർഭത്തിൽ സാറ് പറഞ്ഞത് ഒരു ഹാരിസ് ഡോക്ടറുടെ കാര്യം പറഞ്ഞു. അതിനകത്ത് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ, അത് പൊളിറ്റിക്സാണ്. കാരണം കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ആരോഗ്യ മേഖലയിൽ കേരളത്തിലെ ഗവൺമെൻറ് 10,000 കോടി രൂപയാണ് പല കാര്യങ്ങൾക്കായിട്ട് മുതൽ മുടക്കിയിട്ടുള്ളത്, തുക ചെലവഴിച്ചിട്ടുള്ളത്. അത്
ഒരു പ്രചരണത്തിന് വേണ്ടി പറയുന്നില്ല, അതിനൊരൊരു അപകടം കൂടിയുണ്ട്. വലിയൊരു അപകടം അതിലാണ് ഓടിയിരിക്കുന്നത്. ആ മുടക്കിയ 10,000 കോടി രൂപയല്ല, കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ 10,000 കോടി രൂപ മുടക്കിയിരിക്കുക. അതാണ് അതിൻ്റെ അപകടം. നമുക്ക് പ്രത്യക്ഷത്തിൽ അതിൻ്റെ അപകടം ചിലപ്പോൾ തോന്നിയെന്നിരിക്കില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആരോഗ്യ മേഖല അമ്പേ തകർന്നു പോയി എന്ന് പ്രചരിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യം ഇവിടെ മുതൽ മുടക്കിയിട്ടുള്ള വമ്പൻ കോർപ്പറേറ്റ് കമ്പനികൾക്കുണ്ട്. ആ പ്രചാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ വലതുപക്ഷ മാധ്യമങ്ങൾ നിരന്തരമായി കേരളത്തിനെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രചരിപ്പിക്കുന്നത്. ആ അപമാനിക്കൽ എന്ന് പറയുന്നത് ഒരു കമ്പോള താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. മുതൽ മുടക്കിയ മുതലാളിക്ക് മുതൽ തിരിച്ചു പിടിക്കാൻ കേരളത്തിലെ ഗവൺമെൻറ് നടത്തുന്ന പല ഡെവലപ്മെൻറ്റുകളും തടസ്സമാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. അതിനകത്ത് കച്ചവട താല്പര്യം അല്ലാതെ മറ്റ് പൊളിറ്റിക്കൽ താല്പര്യം ഈ മുതലാളിക്കില്ല. അതുകൊണ്ടാണ് വലതുപക്ഷവൽക്കരണവും അന്തസാരശൂന്യമായ ഒന്നും ചോദ്യം ചെയ്യാത്ത അന്തസാരശൂന്യരായ ഒരു സമൂഹത്തിന് ഇവിടെ ടി വിയുടെയും മദ്യത്തിൻ്റെയും മുന്നിൽ തളച്ചിട്ട് കഴിഞ്ഞ് കച്ചവടം തകൃതിയായി നടക്കുമെന്നുള്ള കൃത്യമായ ബോധ്യത്തോടു കൂടി അതിൻ്റെ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയ ബോധ്യത്തോടു കൂടി തന്നെ ഞാൻ പറഞ്ഞത്. ഒറ്റ ചോദ്യവും ഒരു ഉത്തരവും. ഒരു മിനിറ്റ്, ഇതിനൊരു കാര്യം, ഈ ചോദ്യത്തിന് ഒരു മറുപടി എനിക്ക് പറഞ്ഞില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മനുഷ്യനായിരിക്കുക എന്ന് പറയുന്നത് അരാഷ്ട്രീയവാദി ആയിരിക്കുക എന്നുള്ളതല്ല. ഏതൊരു എഴുത്തുകാരായിക്കോട്ടെ കലാകാരനായിക്കോട്ടെ ആദ്യം രാഷ്ട്രീയാവബോധമുള്ള മനുഷ്യനായിരിക്കുക. അതിനുശേഷമേ നമുക്ക് എഴുത്തുകാരാവാൻ പറ്റൂ, അതിനുശേഷമേ നമുക്ക് കലാകാരാവാൻ പറ്റൂ. ഈ പറയുന്ന സ്വതന്ത്രനായിരിക്കുക എന്നുള്ളൊരു ടേം ഉപയോഗിച്ചു. എങ്ങനെയാണ് ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ഭരിക്കുന്ന ഒരു രാജ്യത്ത് നമുക്ക് സ്വതന്ത്രനായിരിക്കാൻ പറ്റുക? വാട്ട് ഈസ് സ്വാതന്ത്ര്യം? എന്താണ് സ്വാതന്ത്ര്യം? നമ്മൾ രാഷ്ട്രീയ അവബോധമുള്ള മനുഷ്യരായിരിക്കുക. നിങ്ങൾ നേരത്തെ ഉദ്ദേശിച്ച സ്വാതന്ത്ര്യം അരാഷ്ട്രീയ ബോധമാണെങ്കിൽ, അരാഷ്ട്രീയവാദമാണെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു എഴുത്തുകാരിയല്ല, ഞാൻ കൃത്യമായ രാഷ്ട്രീയമുള്ള എഴുത്തുകാരിയാണ് എന്നുകൂടി ഞാനിവിടെ ഉറച്ചു പറയുകയാണ്. ഒരു ചോദ്യം. നമസ്കാരം. ചെറിയൊരു ആശങ്കയാണ് പറയാനുള്ളത്. ഒന്ന്, തുടക്കത്തിൽ തന്നെ ആസ് എ റീഡർ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പഴയ എഴുത്ത് പുതിയ എഴുത്ത് എന്ന് എഴുത്തിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് തോന്നണില്ല. അതിൽ വരുന്ന കാലഘട്ടത്തിന് മാത്രം നമ്മൾ അങ്ങനെ അഡ്രസ്സ് ചെയ്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചോദ്യം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിലിരിക്കുന്ന പലരുടെ എഴുത്തുകൾ പുതിയ തലമുറയെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതും അവരെ വായനയിലേക്ക് കൊണ്ടുവരുന്നുണ്ടെന്നതും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഞാനും അതിനെ പോസിറ്റീവായിട്ട് തന്നെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ പുതിയ തലമുറയെ വായനയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും ഈ ഇപ്പോൾ അഖിലിൻ്റെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ നിമ്നയുടെ അല്ലെങ്കിൽ ബിനീഷറിൻ്റെ പുസ്തകങ്ങൾ വായിച്ച് കഴിയുന്ന ഒരു പുതിയ വായനക്കാരനെ അല്ലെങ്കിൽ വായനക്കാരിയെ സംബന്ധിച്ച് ആഫ്റ്റർ ദാറ്റ് അങ്ങനെയുള്ളൊരു പുസ്തകം മാത്രം വരട്ടെ, അപ്പം ഞാൻ വായിക്കാം എന്നുള്ളൊരു സെലക്റ്റീവ് റീഡിങ്ങിലേക്ക് അവർ പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിന് ഒരു റീഡർ എന്നുള്ളതിൽ നിന്ന് മാറി സെലക്റ്റീവ് റീഡിങ്ങിലേക്ക് പുതിയ തലമുറ പോകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനൊരു മറുപടി പറയാം. എനിക്ക് മറുപടി പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസമല്ല, ഒരു മാസം മുമ്പ് എനിക്ക് അവാർഡ് കിട്ടിയ ദിവസം ഞാൻ കലൂർ മാർക്കറ്റ് ആലപ്പുഴയിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു പരിപാടി നടക്കുകയാണ്. അപ്പോൾ എന്നെ മീനുമായിട്ട് വിളിച്ചിട്ട് പോയി അങ്ങോട്ടേക്കകത്തേക്ക്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പം കുറച്ച് കുട്ടികൾക്ക് ബുക്കിൽ സിഗ്നേച്ചർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു കുട്ടിയുടെ ബാഗിൽ നിന്ന് എൻ്റെ രാത്രി 12-ന് ശേഷം പുതിയ നോവൽ എടുക്കുകയാണ്. അതിൻ്റെ അകത്ത് ഖസാക്കിൻ്റെ ഇതിഹാസം കിടക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇത് വായിച്ചോ? ഇല്ല, വായിക്കാനായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇത് വാങ്ങാനായിട്ട് പോയപ്പോൾ അതുകൂടെ വാങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പറഞ്ഞ പോയിൻ്റ് എൻ്റെ മുന്നിൽ പ്രൂവ് ചെയ്യുകയാണ്. ഞാൻ ഫേക്കല്ല, കലൂർ സ്കൂളിലുള്ളതാണ്. അവിടുത്തെ ടീച്ചേഴ്സിനെ ആരെ വേണമെങ്കിലും വിളിച്ച് ചോദിക്കുക, അവർ സാക്ഷിയാണ് അവിടെ. അപ്പം വളരുന്നുണ്ട്. എനിക്ക് മനസ്സിലായി, ഞാൻ ഒന്ന് കൺവേ ചെയ്തതാണ്. പലപ്പോഴുള്ള ആക്ഷേപം, ഇപ്പം എൻ്റെ 4 ലക്ഷം കോപ്പികളെടുത്ത് റാം കെയർ ഓഫ് ആനന്ദി പോയിട്ടുണ്ട്. ഇവർ പിന്നെ വായിക്കുന്നുണ്ടോ, എന്താണ് വായിക്കുന്നതെന്നാണ്. ഈ 4 ലക്ഷം പേരും വായിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ അകത്ത് അറ്റ്ലീസ്റ്റ് ഒരു 1000 പേരെങ്കിലും വായന മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ വിജയമാണ്. ഞാൻ നേരിട്ട് കണ്ട ഒരാളെന്ന സ്ഥിതിക്ക് ഞാനതിന് മറുപടി പറയുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികൾ വായിക്കുന്നുണ്ട്. അത് മുന്നോട്ട് തന്നെ പോട്ടെ എന്നാണ് പ്രാർത്ഥന. ഞാൻ 4 വർഷത്തിന് ശേഷം ഇപ്പോൾ ഒരു ബുക്ക് ഇറക്കിയത്.
അപ്പം എന്നെ മാത്രം പ്രതീക്ഷിച്ച് നിന്ന് കഴിഞ്ഞാൽ അവരുടെ വായന അവിടെ ചരട് പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബെസ്റ്റ് സെല്ലേഴ്സ് വേണം, പുതിയ എഴുത്തുകാർ വരണം. ഈ ഒരു ഗ്യാപ്പിൽ ഫില്ല് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് സെല്ലേഴ്സ് ഇവിടെ ആവശ്യമുണ്ട്. അപ്പം എഴുത്തുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വായനക്കാർക്ക് പുതിയത് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എൻ്റെ പ്രൊഫൈലാണെങ്കിൽ ഞാൻ പുതിയ എഴുത്തുകാരുടെയൊക്കെ ഓരോ കവർ ഫോട്ടോ ഒക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ബുക്ക് ചിലപ്പോൾ അവർ വായിക്കുമായിരിക്കും. ഇത് പറഞ്ഞ പോലെ തന്നെ പഴയ കാലത്തേക്ക് അവർ പോവും, പഴയ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കും. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ള മറുപടിയായിട്ട്. താങ്ക് യു. ജസ്റ്റ് ഒരു കൂട്ടിച്ചേർക്കലാണ്. പിന്നെ ഈ വായന എന്ന് പറയുന്നത്, നമ്മളൊക്കെ മുട്ടത്ത് വർക്കിയിൽ നിന്ന് വായന തുടങ്ങിയ മനുഷ്യരാണ്. അതത് പ്രായത്തിന് അനുയോജ്യമായ വായനയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഒറ്റയടിക്ക് ഒരു 14-13 വയസ്സുള്ള ഒരു കുട്ടി ആനന്ദിനെ വായിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ സാഹിത്യത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. ഇന്ന് എഴുതുന്ന നിമ്നയോ അഖിലോ ആയിരിക്കില്ല ഒരു 3-4 വർഷം കഴിഞ്ഞ് എഴുതുന്നത്. സ്വാഭാവികമായും അത് വായനയെ പരിപോഷിപ്പിക്കും എന്ന് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത്. ഏതായാലും 11:30 വരെയാണ് നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സെഷനിൽ വളരെ സജീവമായി ഈ ചർച്ചയെ, ഈ വിഷയത്തെ മുന്നോട്ട് നയിച്ച അഖിൽ പി ധർമ്മജൻ, നിമ്ന വിജയ്, സലിൻ മാങ്കുഴി, ബിനീഷ് പുതുപ്പണം, ജിഷ ചാലിൽ, പുണ്യ സിയാർ, എല്ലാവർക്കും അക്കാദമിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സെഷൻ അവസാനിച്ചതായി അറിയിക്കുന്നു.